ജീവിതത്തിൽ പുതിയ ഗോളുകൾ സെറ്റ് ചെയ്ത് കോൺഫിഡൻസോടുകൂടി വളർന്ന് സക്സസിൽ എത്തിച്ചേരുവാൻ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ ഒരു വിഷയത്തെക്കുറിച്ച്, റൈസ് ടു യുവർ ബെസ്റ്റ് സെൽഫ് എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ നമ്മുടെ ഡിവൈൻ മദറിന്റെ കോർഡിനേറ്ററായ ധന്യ ദേവരാജാണ്. ധന്യ മാമിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു സെഷൻ എടുക്കുവാനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓവർ ടു യു മാം. മ്യൂട്ടാണേ ധന്യ, മ്യൂട്ടാണ്. ഒന്നും കേൾക്കണില്ല മാം. ഓക്കെ സോറി. ഡിലിസ് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ 2025 വരവേൽക്കാനായി നിൽക്കുകയാണ്. അപ്പോ ഈ ഒരു സമയത്ത് നമുക്കിനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം, സാധാരണ എപ്പോഴും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അത് ഏകദേശം ഒരാഴ്ച കഴിയുന്നതിന് മുന്നേ നമ്മൾ തന്നെ അത് മറന്നുപോകും. എന്താണ് നമ്മൾ തുടങ്ങിയത്, എവിടെയാണ് അത് വന്നു ചേർന്ന് നിൽക്കുന്നത് എന്നൊക്കെ. പിന്നെ നമുക്ക് അതിന്റെ കുറ്റബോധമായി പിന്നീട് അതിനെപ്പറ്റി ആരും ചിന്തിക്കുക പോലുമില്ല. വീണ്ടും അടുത്ത ഡിസംബർ ലാസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ തീരുമാനിക്കും, എന്റെ ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, ഞാൻ കുറച്ചും കൂടി നന്നാവണം, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. ഇങ്ങനെ നമ്മൾ വീണ്ടും ഒരു ലിസ്റ്റ് സെറ്റ് ചെയ്യും. ചിലവർ അതുമില്ല. പക്ഷെ വീണ്ടും ഇതേ കാര്യം തന്നെയാണ് മിക്കവാറും നമ്മളുടെ 90% ആഗ്രഹങ്ങളിലും സംഭവിക്കുന്നത്. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. നിങ്ങളെ അല്ല, നിങ്ങളോടൊപ്പം എന്നെയും. അതായത് സ്വന്തമായിട്ടും ഇതുപോലെ പല കാര്യങ്ങളും ഓരോ വർഷവും തീരുമാനിക്കും. ഇതുപോലെ തന്നെ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇത്തവണ നമുക്ക് അങ്ങനെ പറ്റില്ല. നമുക്ക് ഒരുമിച്ച് പുതിയ വർഷത്തില് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാം, എങ്ങനെയൊക്കെ ആരുടെയൊക്കെ ഹെൽപ്പോടുകൂടി അത് പ്രാവർത്തികമാക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. റൈസ് ടു യുവർ ബെസ്റ്റ് സെൽഫ്. അപ്പൊ ഞാൻ ആ സ്ക്രീൻ ഒന്ന് ഓക്കെ. സോ ടു റൈസ് യുവർ ബെസ്റ്റ് സെൽഫ് നമുക്ക് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ അൺലീഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, പ്രകൃതി ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരാളാണ്. നമ്മുടെ ഓരോ വിത്തിന്റെ ഉള്ളിലും ഒരുപാട് നോളജ് പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ മനുഷ്യരുടെ ഉള്ളിലും ഒരുപാട് സാധ്യതകളും ഒരുപാട് അറിവുകളും ഒളിപ്പിച്ചു വെച്ചിട്ട് തന്നെയാണ് പ്രകൃതി നമ്മളെ ഇങ്ങോട്ട് വിട്ടത്. പ്രകൃതിയില് പലതരം അത്ഭുതങ്ങൾ ഒളിഞ്ഞ് ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് ഏവർക്കും അറിയാം. നമുക്ക് മുന്നേ ഉള്ള മനുഷ്യര് അതൊക്കെ അൺലീഷ് ചെയ്ത് കണ്ടുപിടിച്ചത് കൊണ്ടാണ് നമുക്കിപ്പോ ഇങ്ങനെ ഇവിടെ ഇരുന്ന് പല ഭാഗങ്ങളിലുള്ള, ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലുള്ള നമ്മളെല്ലാവരും ചേർന്നിരുന്ന് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ ചെറിയ വിത്തിന്റെ ഉള്ളിലും നമുക്ക് അതിനുള്ള ഒരുപാട് വിളവുകൾക്കുള്ള സാധ്യതകൾ, അതുപോലെ അത് എങ്ങനെ വളരണം, എന്ത് തരം ഫ്രൂട്ടാണ് അത് ഉണ്ടാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു. സോ ഇൻസൈഡ് എവറി സീഡ് ഇസ് ദ പൊട്ടൻഷ്യൽ ഫോർ ആൻ ഇൻക്രെഡിബിൾ ഹാർവെസ്റ്റ്. അത് നമ്മൾ ഓരോരുത്തരും എപ്പോഴും നമ്മളോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ പറയും, എനിക്ക് ആ സാഹചര്യങ്ങൾ കിട്ടിയില്ല, എനിക്ക് ഇന്ന അച്ഛന്റെ അമ്മയുടെയും മകനായിട്ട് ജനിക്കാൻ പറ്റിയില്ല, ഇന്ന സ്കൂളിൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മളിത് ഒന്ന് ആലോചിക്കുക, ഓരോ വിത്തിന്റെ ഉള്ളിലും എന്തുണ്ട്? അതിന് ഇൻക്രെഡിബിൾ ഹാർവെസ്റ്റിനുള്ള സാധ്യത, ആ പൊട്ടൻഷ്യൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യ ജീവിയായ എനിക്ക് എന്തൊക്കെ തരം സാധ്യതകളുണ്ട്. ഈ ഒരാളെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹണി ബീ. മനുഷ്യരായ നമ്മള് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാലും ഭൂമിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല എന്ന് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. സയന്റിഫിക് ആയിട്ട് നോക്കിയാലും അല്ലെ, ഭൂമി കുറച്ചും കൂടി ഹാപ്പി ആകും, കുറച്ചും കൂടി മലിനമാക്കപ്പെടാത്ത നല്ല പ്രശാന്ത സുന്ദരമായ ഒരു പ്രപഞ്ചം ആയിരിക്കും ഇവിടെ. എന്നാൽ ഈ ഒരു കുഞ്ഞു ജീവി ഇവിടെ നിന്ന് അപ്രത്യക്ഷമായാൽ നമ്മുടെ ഭൂമിക്ക് പിന്നെ നിലനിൽപ്പില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ആളും നമ്മളെയും തമ്മിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഹണി ബീസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. നമുക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, അവർക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, നമ്മൾ അവരെക്കാളും മികച്ചവരാണോ,
അവരുടെ കഴിവുകൾ നമ്മളെക്കാളും മെച്ചപ്പെട്ടതാണോ? ഇതൊക്കെ നമുക്ക് നോക്കാം. ന്യൂറോൺസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? നമ്മൾ ഇത്രയധികം ന്യൂറോൺസിന്റെ ആ കണക്ഷൻസ് വെച്ചിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും ബുദ്ധി എത്രമാത്രം ഉണ്ട് എന്ന്, എത്രത്തോളം കാര്യങ്ങൾ ഓർത്തുവെക്കാൻ പറ്റും, കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഈ ന്യൂറോൺസിന്റെ കണക്ഷൻസ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവർക്കുള്ളത് 960,000 അല്ലെ, 9,60,000 ന്യൂറോൺസ് ആണ് ഉള്ളത്. എന്നാൽ നമുക്കുള്ള ന്യൂറോൺസ് എന്ന് പറയുന്നത് 86 ബില്യൺ ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ ഇവരെക്കാളും എത്രയോ മെച്ചപ്പെട്ട ആൾക്കാരാണ്. ഇനി ഇവരെന്താ ചെയ്യുന്നത്? ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ ഡാൻസ്. പല തരത്തിലുള്ള ഡാൻസ് ഇവർക്ക് അറിയാം, പല പാറ്റേണില്. നമ്മള് ഇവരെ പറ്റി പഠിക്കുകയാണെങ്കിൽ വളരെ രസമാണ്. ഈ കുഞ്ഞു ജീവി എത്രയെത്ര കാര്യങ്ങളാണ് മനസ്സിലാക്കി വെച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. എത്രയോ മൈൽസ് അകലെ, കിലോമീറ്റർ അകലെ പോയിട്ട് അവര് തേൻ ശേഖരിച്ചു കൊണ്ടുവരും. വഴിയൊന്നും തെറ്റാറില്ല, തിരിച്ചു വരുന്ന വഴികൾ അവർ തെറ്റിക്കാറില്ല. അതുപോലെ അവരുടെ ക്യൂവിനെ അവർ വളർത്തിയെടുക്കുന്നത് റോയൽ ജെല്ലി, സ്പെഷ്യൽ ഫുഡ് കൊടുത്തിട്ടാണ്. അപ്പോ ഇതൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇവര് ഓരോരുത്തർക്കും, ഓരോ വർക്കേഴ്സിനും ഓരോ തരം ജോലികളുണ്ട്. കുറെ പേര് ക്ലീൻ ചെയ്യുന്നു, കുറെ ആൾക്കാര് അവിടെ തേൻ ശേഖരിക്കാൻ പോകുന്നു, കുറെ പേര് അവർ കൊണ്ടുവരുന്ന തേനിന്റെ ഉള്ളിലുള്ള ആ വാട്ടർ കണ്ടന്റ് ഒരു പ്രത്യേക രീതിയിൽ അവരുടെ ചിറകടിച്ച് ആ കാറ്റ് വെച്ചിട്ട് അത് ഇവാപറേറ്റ് ചെയ്ത് നല്ല ശുദ്ധമായ തേൻ ഉണ്ടാക്കാൻ, തേൻ അറകൾ പോലും നമുക്കറിയാം മാക്സിമം കപ്പാസിറ്റി ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള, ഒരു മാത്തമാറ്റിക്സ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അവരുടെ അറകളുടെ നിർമ്മിതി നമ്മൾ നോക്കിയാൽ അറിയാം മാക്സിമം കണ്ടന്റ് ഓഫ് ഹണി അവിടെ അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇത്രയും ബുദ്ധി അവർക്കുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് പലതരം ലാംഗ്വേജസ് അറിയാം. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആ ലാംഗ്വേജ് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ പുതിയ പുതിയ ലാംഗ്വേജസ് പഠിച്ചെടുക്കാനും നമുക്ക് പറ്റും. ഇനിയുള്ളത് ഇവർക്ക് കാൽക്കുലേഷൻസ് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. 10 ട്രില്യൺ കാൽക്കുലേഷൻസ് ആണ് അവർക്ക് ഒരു സെക്കൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഇതെന്താ കാണിക്കുന്നത്? ഈ കുഞ്ഞു ജീവിയിൽ പോലും പ്രകൃതി അത്ഭുതകരമാം വിധം പല കഴിവുകളും കൊടുത്താണ് വിട്ടിരിക്കുന്നത്. അപ്പോ അവർക്കുള്ള കഴിവ്, അവരൊരു സ്കൂളിലും പോകുന്നില്ലല്ലോ, എന്നാൽ പോലും അവർക്കുള്ള കഴിവ് അവർക്ക് പ്രകൃതി തക്ക സമയത്ത് അത് റിവീൽ ചെയ്ത് അവർക്കത് ഉപയോഗിക്കാനുള്ള കഴിവ് അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളതോ 10,000 ട്രില്യൺ കാൽക്കുലേഷൻസ് ഇൻ എ സെക്കൻഡ് അല്ലെ, മച്ച് ബെറ്റർ. അപ്പൊ ഇതില് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഇത്രയും കഴിവുള്ള നമുക്കപ്പോ എന്തൊക്കെ സാധ്യതകളാണ് മനുഷ്യൻ എന്ന നിലയിൽ ഈ ജീവിയെക്കാളും, ഇപ്പൊ സോക്കോൾഡ് ഇത്രയും ബുദ്ധി നമ്മൾ പറയുന്ന ഈ ജീവിയെക്കാളും എത്രയോ മടങ്ങ് മനുഷ്യർ ഭൗതികമായിട്ടും മറ്റെല്ലാ കാര്യങ്ങളിലും ശക്തരാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. അപ്പൊ ഇനി ആരെങ്കിലും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയാതെ ദയവ് ചെയ്ത് ഈ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഹ്യൂമൻ ബീയിങ്സിന് എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഒന്ന് ആലോചിക്കുക. കാര്യം എന്താ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓട്ടിസ്റ്റിക് നേച്ചറോ അങ്ങനൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ചൈൽഡിന്, ഒരു നോർമൽ പേഴ്സണ് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പ്രകൃതി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ A+ വാങ്ങിയ ആൾക്ക് മാത്രമല്ല ഈ കഴിവുകളുള്ളത്. പക്ഷെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിലുള്ള വ്യത്യാസം, ഏറ്റക്കുറച്ചില്, അതൊക്കെയാണ് നമ്മളുടെ പലരുടെയും നിലവാരം, ജീവിത നിലവാരം, അതുപോലെ ബൗദ്ധിക നിലവാരം, ഇതൊക്കെ അളക്കുന്നത്. ഇനി മനുഷ്യനുള്ള പ്രത്യേകതരമായ കഴിവുകൾ നോക്കാം. ക്രിയേറ്റിവിറ്റി. നമ്മൾ തേനീച്ചയെ കണ്ടു. തേനീച്ചയ്ക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമല്ല, അതിന് പ്രകൃതി ഒരു പ്രത്യേക പാറ്റേണിൽ ഫോളോ ചെയ്ത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് തേൻ ഉണ്ടാക്കുക എന്നുള്ള ധർമ്മം അത് കൃത്യമായിട്ട് ചെയ്യുന്നു. അതുപോലെ പൂക്കളിൽ നമുക്കറിയാം പരാഗണം നടത്തുന്ന കാര്യങ്ങളും ഒക്കെ അതിന്റെ സൈഡായിട്ട് അത് നിർവഹിച്ചു വരുന്നു. അപ്പോ പ്രപഞ്ചത്തിന് അത് നന്മ ചെയ്തുകൊണ്ട് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ അത് എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ മനുഷ്യന് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാം. ആ ക്രിയേറ്റിവിറ്റിയിൽ നിന്നും പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്കറിയാം. നമ്മുടെ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ക്രിയേറ്റീവ് ആണെന്ന് ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. പിന്നുള്ളത് ലോജിക്കൽ തിങ്കിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് വേണമോ വേണ്ടയോ, ഞാനിത് ചെയ്യണോ ചെയ്യണ്ടയോ, തെറ്റാണോ ശരിയാണോ, ഇത് വെച്ചിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാവുന്ന കാര്യം നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്.
നമുക്ക് സാധാരണ ഒരു ലാംഗ്വേജ് പഠിച്ചിട്ടാണെങ്കിലും പഠിച്ച് അതിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അത് പ്രോസസ്സ് ചെയ്യാനുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്ഡ് ആണ്. നമ്മുടെ മെമ്മറി പവർ നമുക്കറിയാം, നമുക്ക് കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റും. അതുപോലെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും നമ്മൾ പഠിച്ചതിൽ നിന്ന് വീണ്ടും പഠിച്ചെടുക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഇന്റലിജൻസ് നമുക്കറിയാം, മനുഷ്യൻ ഏറ്റവും ബുദ്ധിയുള്ള ജീവി, പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് വിട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. മറ്റെല്ലാ ജീവികളെക്കാളും മുകളിലാക്കി നമ്മളെ വെച്ചിരിക്കുന്നത് നമ്മൾ അവരെ ഇപ്പൊ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനായിട്ടല്ല, പകരം അവരെ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്റലിജൻസും കൂടി തന്നിട്ടാണ് വിട്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അതെ, ലേണിംഗ് കേപ്പബിലിറ്റി നമുക്കറിയാം, ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ ഓരോ ദിവസവുമുള്ള പഠനം, കൂട്ടായും ഒറ്റയ്ക്കും ഒക്കെയുള്ള പല വിധത്തിലുള്ള പഠനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ജീവിതം ഇത്രയും കാണുന്നത്ര സുഖ സൗകര്യങ്ങളോടെ നമ്മൾ ജീവിക്കുന്നത്. ഇനി ഹ്യൂമൻ മെമ്മറിയെ പറ്റി നമുക്കൊന്ന് നോക്കാം. 2 ടൈപ്പ് മെമ്മറി നമുക്കുണ്ട്. ഒന്ന്, നമുക്ക് റിട്രോസ്പെക്റ്റീവ് മെമ്മറി ഉണ്ട്, അതുപോലെ പ്രോസ്പെക്റ്റീവ് മെമ്മറി ഉണ്ട്. ഇതിന്റെ വ്യത്യാസം എന്താന്ന് പറഞ്ഞാല്, നമ്മള് പഴയ കാര്യങ്ങള്, പണ്ടത്തെ മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ പല ഓർമ്മകൾ എന്നാണ് പറയുന്നത് അല്ലെ. ഓർമ്മകൾ, ആ പഴയ ഓർമ്മകള് നമ്മുടെ ഉള്ളില് നമുക്ക് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം, നാളെ എനിക്ക് ഇന്ന മെഡിസിൻ കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങള് മനുഷ്യനെ പറ്റി നമ്മൾ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അപാരമായ കഴിവും അപാരമായ എല്ലാ തരത്തിലുമുള്ള ഓപ്പർച്യൂണിറ്റീസും എല്ലാം തന്നുകൊണ്ട് അതിനുള്ള പ്രത്യേക വയറിംഗ് ചെയ്തുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും ഒക്കെ സൃഷ്ടാവ് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും പറഞ്ഞുകൂടാ നമുക്ക് കഴിവില്ല എന്നുള്ള കാര്യം. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ റിമെമ്പറിങ് ദ ഫ്യൂച്ചർ ആൻഡ് റിമെമ്പറിങ് ദ പാസ്റ്റ്, ഇതാണ് നമുക്ക് സക്സസ്ഫുൾ കരിയറിന്. ഇപ്പൊ കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. അതിനുള്ള മെമ്മറി തന്നിട്ടാണ് വിട്ടിരിക്കുന്നത്. വേറെ ഒരു ജീവിക്കും ഇല്ലാത്ത ആ പ്രത്യേകതരം മെമ്മറി, അതായത് പ്രോസ്പെക്റ്റീവ് മെമ്മറി നമുക്കുള്ളത് എന്തിനാണ്? നാളെ ഞാൻ എവിടെ ആയിരിക്കും? ഞാൻ സാധാരണ സ്കൂൾസിൽ കോളേജസിലൊക്കെ പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് കുട്ടികളോട്, നിങ്ങൾ ആഫ്റ്റർ 5 years വേർ യു വിൽ ബി, അതായത് നിങ്ങൾ 5 വർഷത്തിന് ശേഷം എവിടെയായിരിക്കും? ആഫ്റ്റർ 10 years എവിടെയായിരിക്കും? ആഫ്റ്റർ 20 years നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും? ഏത് തരം വീട്ടിലായിരിക്കും? അല്ലെങ്കിൽ ഏത് വാഹനമായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്? ആ സമയത്ത് കോളേജിൽ ഒരു ഗെറ്റ് ടുഗദർ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ സന്തോഷമായിരിക്കുമോ, അതോ കൂട്ടുകാരെ കാണാനുള്ള ഒരു നാണക്കേടോ, ഞാനൊന്നും ആയില്ലല്ലോ എന്നുള്ള ചിന്തയായിരിക്കും. കാരണം എന്താ, ഇത്രയും നാളും അവർക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഫൈനൽ ഇയേഴ്സ് ഒക്കെ പാസ് ഔട്ട് ആകുമ്പോൾ അവർക്ക് ആ സമയത്തും അവരുടെ കൂട്ടുകാരുടെ അതേ ഓപ്പർച്യൂണിറ്റി, എപ്പോ വേണമെങ്കിലും അവരുടെ ഒപ്പം എത്താനോ അവരെക്കാളും മികച്ചതാകാനോ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും നമ്മളത് ഉപയോഗിക്കാതെ, ഈ പറയുന്ന പ്രോസ്പെക്റ്റീവ് മെമ്മറി ഉപയോഗിക്കാത്തതാണ് നമ്മളുടെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇന്നിങ്ങനെ പോകുന്നു, വളരെ സുഖമാണ്, നാളെ എന്താകും, എന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അല്ലെ. അത് ചിന്തിക്കേണ്ട കാര്യമാണ്, ചിന്തിക്കേണ്ട ഒരു അവസരവും നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അപ്പോ ഈ ക്ലാസ്സുകൾ എടുത്തു പോകുന്നു, സിലബസ് തീർക്കുന്നു, പോർഷൻസ് തീർക്കുന്നു. പാരന്റ്സ് ആണെങ്കിലോ അടുത്ത ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് വിടുന്നു, അടുത്ത ഒരു കോഴ്സിന് ചേരാനുള്ള പൈസ ഉണ്ടാക്കുന്ന തിരക്കിലും അതിനുള്ള കോച്ചിങ്ങിന് വിടുന്ന തിരക്കിലും ഒക്കെ ആയിരിക്കും. അപ്പോ കുട്ടിയുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്ത് സ്വന്തമായിട്ട് എന്താണ് വേണ്ടത്, കുട്ടികൾ മാത്രമല്ല നമ്മളാണെങ്കിലും, നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകാം അല്ലെ, ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും, നമുക്ക് വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ അങ്ങ് പോകുന്നു. ആസ് ഓഫ് നൗ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അന്ന് നോക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് പലർക്കും. അത് അങ്ങനെയുള്ളവർ ഈ പ്രോസ്പെക്റ്റീവ് മെമ്മറി യൂസ് ചെയ്യുന്നേ ഇല്ല. ഇനി മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്കുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ദാറ്റ് ഈസ് ആനിമൽസിനൊക്കെ നമുക്കറിയാം അവർക്കൊരു ബോഡി ഉണ്ട്, അവർക്ക് മൈൻഡ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ആൻഡ് തേർഡ് വൺ ഈസ് സോൾ. പക്ഷെ നമുക്കിത് മൂന്നും ഉണ്ട്, ബോഡി, മൈൻഡ് ആൻഡ് സോൾ. അപ്പൊ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. നോർമലി ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോ തൊട്ട് അമ്മമാര്, പാരന്റ്സ്, പ്രത്യേകിച്ച് അമ്മമാര്, അമ്മൂമ്മമാര് ഒക്കെ വളരെ കോൺഷ്യസ് ആണ്. എന്തിനാ? ആ കുട്ടിക്ക് കൊടുക്കുന്ന ഫുഡ്. നമ്മൾ കണ്ടിട്ടില്ലേ, കാക്കയെ കാണിച്ചും പേടിപ്പിച്ചും പോലീസുകാർ വരുമെന്ന് പറഞ്ഞും ഒക്കെ ഭീഷണിപ്പെടുത്തിയും
ഒക്കെ കുട്ടിയെ ഇങ്ങനെ കഴിപ്പിക്കുകയാണ്. ഇപ്പം പുതിയ രീതി എന്താണ്? മൊബൈൽ കയ്യിലേക്ക് കൊടുക്കുന്നു, ഒരു എന്തെങ്കിലും ഓണാക്കി കൊടുക്കുന്നു, കാർട്ടൂൺ കാണിക്കുന്നു, കഴിപ്പിക്കുന്നു. അപ്പോ ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്താ? ഏറ്റവും മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കിയായ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് വളർത്തിക്കൊണ്ട് വരണം, നല്ല ഉദ്ദേശമാണ്. അപ്പൊ ഈ ബോഡിക്ക് വേണ്ട എല്ലാം അല്ലെ, പ്രത്യേകിച്ച് ഇടയ്ക്ക് പീഡിയാട്രീഷ്യനെ കാണുമ്പോഴും ഒക്കെ അമ്മമാര് വളരെ കൺസേൺ ആണ്. അവർ ചോദിക്കും, ഡോക്ടർ ഞാൻ എന്റെ കുട്ടിയുടെ ഡയറ്റ് ഇങ്ങനെയാണ്, ഇനി ഇത് കൊടുക്കാമോ, ആ പൊടി കൊടുക്കാമോ, അല്ലെ, അഡ്വർടൈസ്മെന്റ് കാണുന്ന എന്തൊക്കെയോ നമ്മൾ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കും. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ ചിന്ത എന്താ? കുട്ടിയുടെ ബോഡി വളരെ സ്ട്രോങ് ആയിരിക്കണം, വളരെ മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കിയായിട്ട് ഇവിടെ വളർന്നു വരണം, വളരെ സുന്ദരിയായിരിക്കണം, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല പലരും. മൈൻഡ്. അപ്പോ മൈൻഡിന് കൊടുക്കാവുന്ന ഫുഡ് എന്തൊക്കെയാണ്? അത് ഏതെങ്കിലും അമ്മ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് എന്റെ കുഞ്ഞിന്റെ മൈൻഡ് ഡെവലപ്പ് ചെയ്യണം, അതുകൊണ്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ നല്ല കാര്യം. പൊതുവെ ഇപ്പോഴൊക്കെ ആ ഒരു പാരന്റിങ് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേട്ട് നമുക്കൊക്കെ കുറച്ചൊക്കെ നമ്മള് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. എന്നാലും എത്ര പേര് ഇതിന് മെനക്കെടുന്നു എന്ന് നമുക്കറിയില്ല. അതായത് കുട്ടിക്ക് ബേസിക് ആയിട്ടുള്ള അവന്റെ അല്ലെങ്കിൽ അവളുടെ ക്യാരക്ടർ ഫോർമേഷന്റെ സമയമാണ്. മൈൻഡാണ് ബാക്കി കാര്യങ്ങൾ അത്രയും തീരുമാനിക്കുന്നത്. നമ്മുടെ ശരീരം എങ്ങനെ പോകണമെന്ന് പോലും തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അതുപോലെ നമ്മൾക്ക് എന്താ, തീരുമാനങ്ങൾ എടുക്കാൻ, നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകൾ നമുക്ക് ഉണ്ടാവണം. അതിന് നമ്മുടെ മൈൻഡിന് ഒരു വലിയ റോളുണ്ട്. അപ്പോ ഈ കുട്ടിക്ക് നല്ല ചിന്തകളും നല്ല എന്താ ആറ്റിറ്റ്യൂഡും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന, നേരത്തെ നമ്മൾ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ കൊടുക്കുന്നത് പോലെ നമുക്ക് ആ കുട്ടിക്ക് നല്ല ബുക്സ് വഴി കൊടുക്കാൻ പറ്റും. അതുപോലെ നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാം, അല്ലെ, നല്ല ഫ്രണ്ട്സ് ഒക്കെ ആവാം. അതുപോലെ നമുക്കും വലിയ ആൾക്കാരായാലും മൈൻഡിനുള്ള ഫുഡ് നമ്മൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കണം. മിക്കവരും ഇപ്പൊ കോളേജിലാണെങ്കിലും സ്കൂൾസിലാണെങ്കിലും പഠിത്തത്തിന്റെ തിരക്കാണ്, അല്ലെ, പഠിത്തത്തിന്റെ തിരക്ക്. നമുക്ക് നോളജ് എത്രത്തോളം നമുക്ക് സിലബസ് കവർ ചെയ്ത് പോകാൻ പറ്റും, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചിന്തിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമുക്ക്. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഏത് വിജയത്തിന്റെയും ഒരു 10% മാത്രമേ നമ്മളുടെ നോളജ്, നമ്മുടെ സ്കിൽസ് എല്ലാം കൂടെ ചേർന്ന് ഒരു 10% മാത്രമേ ആവുന്നുള്ളൂ. ബാക്കി 90% യുവർ ആറ്റിറ്റ്യൂഡ്. നമുക്കറിയാം, ഇപ്പൊ കമ്പനീസ് ഒക്കെ വന്നിട്ട് പലരും പറയാറുണ്ട്, കമ്പനീസിൽ നമ്മുടെ ആദ്യത്തെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്തു, അത് കഴിഞ്ഞുള്ള GD ക്ലിയർ ചെയ്തു, പിന്നെ വരുന്ന ടെക്നിക്കൽ ഇന്റർവ്യൂ ഓക്കെ ആയി, പക്ഷെ HR പോയി. അപ്പോ ഇങ്ങനെ പറയുന്നവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളെ ഒരു കമ്പനി എടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരുടെ സ്ഥാനത്താണെങ്കിൽ നിങ്ങളെ ഹയർ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്, ഞാൻ എങ്ങനെയാണ്, ഞാൻ എന്താണ്, എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കമ്പനി നഷ്ടത്തിലേക്ക് പോകുമോ അതോ ലാഭത്തിലേക്ക് പോകുമോ, എനിക്ക് എന്തൊക്കെ അവിടെ ചെയ്യാൻ പറ്റും, പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാനോ പുതിയ ചേഞ്ചസ് കൊണ്ടുവരാനോ എനിക്ക് പറ്റുമോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ഈ മൈൻഡിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കിട്ടുന്നു. ആരുടെ സഹായത്തോടു കൂടി? തീർച്ചയായിട്ടും നമ്മുടെ സോളിന്റെ സഹായത്തോടു കൂടി. ഇതാണ് നമ്മളെല്ലാവരും മറന്നുപോയൊരു കാര്യം. മൈൻഡിന് വേണ്ടത് കൊടുത്താലും സോളിന് വേണ്ടത് മിക്കവരും ഇപ്പോഴും കൊടുക്കുന്നില്ല. എത്ര പേര് കുട്ടികളെ കൊണ്ട് എന്താ ശരിയായ രീതിയിലുള്ള പ്രാർത്ഥന ചെയ്യിക്കാറുണ്ട്? എത്ര പേര് കുട്ടികളെ കൊണ്ട് ഒരു 10 മിനിറ്റെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യിക്കാറുണ്ട്? അപ്പോ സോളിനുള്ള ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ മൈൻഡിന്റെ ഒരു കഴിവാണ് ഈ വിഷ്വലൈസേഷൻ, ഇമാജിനേഷൻ എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും ഒരു ദിവസം നമുക്കത് കിട്ടും എന്നുള്ള രീതിയിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ മൈൻഡിന് സാധിക്കും. അതുപോലെ മെഡിറ്റേഷൻ, പ്രയർ ഒക്കെ വഴി നമ്മുടെ സോളിന് ഉള്ള ഫുഡ് നമുക്ക് കൊടുക്കാം. ഇനി ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്, അതാണ് ഈ കാണുന്നത്. മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു ഡേവിഡ് ഹോക്കിംഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്ത
ഒരു ഗ്രാഫിക്കൽ ഫോം ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ. അപ്പോ ഇതൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഒരു 90% വരെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്, അതായത് ബോധതലം, നമ്മുടെ ഓരോരുത്തരുടെയും ആ ബോധതലം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ആ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്നത്. ഇതിനെ കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് പറയാം. അതായത് നിങ്ങളൊരു മതിലില് ഒരു വലിയ വാളില് ഒരു ഏണി ചാരി വെക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ നമ്മുടെ വ്യൂസ് എന്തായിരിക്കും? നമ്മുടെ വിഷൻ വളരെ ചെറുതായിരിക്കും അല്ലെ? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അടുത്താണ് നിൽക്കുന്നത്, അപ്പൊ ആ മതിൽ മാത്രമായിരിക്കും നമ്മൾ കാണുക. സെക്കൻഡ് ലെവലിലേക്ക് നമ്മൾ കയറുമ്പോൾ കുറച്ചും കൂടി വിശാലമായിട്ട് കാണാം. തേർഡ് വന്നു, ഫോർത്ത് വന്നു, അങ്ങനെ ഒരു സമയത്ത് നമുക്ക് പതുക്കെ പതുക്കെ പുറത്തുള്ള ദൃശ്യങ്ങളും കൂടി നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയാണ് ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ പറ്റി നമ്മൾ പറയുന്നത്. ഏറ്റവും ലോ ലെവലില്, അതായത് തീരെ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് ഏറ്റവും ലോ ലെവൽ എന്ന് പറഞ്ഞാല് അത് 20 ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഷെയിമാണ്. അതായത് അവർക്ക് ഭയങ്കര നാണക്കേടാണ്. അവർക്ക് ഒരിക്കലും ഒരാളോടൊന്ന് സംസാരിക്കാനോ പുറത്തേക്ക് വരാനോ ഒന്നും പറ്റുന്നില്ല. അവർക്ക് വളരെയധികം, അതായത് മിക്കവാറും അത് ലോ ലെവലിലുള്ള ആൾക്കാരുമായിരിക്കും, ചിലപ്പോൾ ലോ ഇൻകം ആവാം. ഒരു തരത്തിലും ഒരു ബോധതലം ഉയരാതെ ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഷെയിം എന്ന് പറയുന്നതിലുള്ളത്. അടുത്ത ലെവലിൽ നമ്മൾ പറയുവാണെങ്കിൽ ഗിൽറ്റ്, കുറ്റബോധം, അതും ഈ പറഞ്ഞ പോലെ 30 അതിലവർ കൊടുത്തിരിക്കുന്ന ലോഗ് എനർജറ്റിക് ലോഗ് വാല്യൂ. അതായത് ഇവിടെ പറയുന്നത് ഓരോ വ്യക്തിയുടെയും വൈബ്രേഷൻ, ഫ്രീക്വൻസി, ഒരു എനർജി ലെവൽ വെച്ചിട്ടാണ് ആ വ്യക്തി ഏതു തരം സാഹചര്യങ്ങള്, ഏതു തരം ആൾക്കാര്, എങ്ങനെയുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കും. നമുക്കറിയാം നമ്മുടെ പ്രപഞ്ചത്തിലെല്ലാം തന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഈ ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മൾ പറന്നു പോകാത്ത നമുക്കറിയാം, നമ്മളെ ഭൂമി അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഓരോ മനുഷ്യരും അവനവന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ എനർജി ലെവലിലുള്ള മറ്റു വസ്തുക്കളെയും അതുപോലെ മറ്റ് ആൾക്കാര്, റിലേഷൻഷിപ്പ്, ഇതെല്ലാം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു തരത്തിലും അവർക്ക് ഒരു ഡെവലപ്മെന്റ് ഇല്ല അല്ലെ? പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഒരു തരത്തിലും ഒരു രോഗമാണെങ്കിൽ എപ്പോഴും രോഗം. ചില സമയത്ത് അത് ഫാമിലിയിലേക്കും അത് അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്കും ഒക്കെ കൈമാറി കൊടുക്കുന്ന ചില രോഗങ്ങളുണ്ട്. ജനറ്റിക്കൽ ആവാം, അല്ലാത്ത തരം ചില രോഗങ്ങൾ വരുന്നു. ചിലപ്പോൾ വളരെ ഫിനാൻഷ്യൽ ക്രൈസിസ്, ഒട്ടും പറ്റുന്നില്ല. അപ്പോ എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ ഏൺ ചെയ്താലും അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാർ, അപ്പൊ ചില നമ്മളൊക്കെ പറയും ഇതെന്തോ ശാപം കിട്ടിയത് പോലെയാണ് അല്ലെ, ഇതൊരു കേഴ്സ് ആണ്. അപ്പോ ഇതിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്താണ് നമ്മുടെ ഡേവിഡ് ഹോക്കിൻസ് മനസ്സിലാക്കിയ ഒരു വലിയ സത്യം. അദ്ദേഹം ഈ ഒരു കാര്യം പ്രചരിപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തിന്റെ വൈഫിനോടൊപ്പം സഞ്ചരിച്ചു. പലർക്കും ആശ്വാസമായി അവരുടെ ലൈഫ് കംപ്ലീറ്റ് യൂട്ടേൺ എടുത്ത് പോയ ഒരു ടോപ്പിക്കാണിത്, മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ശരിയായ രീതിയിൽ, സോറി എന്റെ നെറ്റ് ഒന്ന് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഓരോ ലെവലിലും കയറി വരുന്നതനുസരിച്ച് ഓരോ ലെവൽ, അതായത് മുകളിലേക്ക് നമ്മൾ കാണുന്നുണ്ട് എപ്പത്തി, ഗ്രീഫ്, ഫിയർ, ഡിസയർ, ആങ്കർ, പ്രൈഡ്, കറേജ്, ന്യൂട്രാലിറ്റി, വില്ലിംഗ്നെസ്, അക്സെപ്റ്റൻസ്, റീസൺ, ലവ്, ജോയ്, പീസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എൻലൈറ്റൻമെന്റ്. അപ്പൊ ഈ എൻലൈറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണ്ടത്തെ സെയിൻസും എല്ലാവരും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ വിചാരം നമ്മൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടു ഡു സംതിങ് വിത്ത് ദ റിലീജിയൻ. നമുക്ക് അതേ അറിയുള്ളൂ അല്ലെ? പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം, മോസ്കിൽ പോകണം. നമ്മളുടെ നേരത്തെ നമ്മുടെ വീട്ടില് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന, പരിശീലിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സ്പിരിച്വലി ഗ്രോ ചെയ്ത് വരും. നമ്മൾ ആദ്യത്തെ ആ പടം, ആ കുട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പടം ഒന്ന് ആലോചിച്ച് നോക്കുക, ചിത്രം ആലോചിക്കുക. അതിലെന്താ പറഞ്ഞിരുന്നേ? മൈൻഡ്, ബോഡി
ആൻഡ് സോൾ. അപ്പൊ സോളിനുള്ള ഫുഡ് നമ്മൾ കൊടുക്കണം. അത് ആ സ്പിരിച്വൽ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതായിരുന്നു എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ പലപ്പോഴും അത് പിന്നീട് പഠിപ്പിച്ചു വന്നപ്പം എന്താണോ ഉദ്ദേശിച്ചത് അതിൽ നിന്നൊക്കെ ഒത്തിരി മാറിപ്പോയി. നമ്മള് പലതും തെറ്റായി മനസ്സിലാക്കി തെറ്റായി പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് കുറെ കൂടി ക്ലിയർ ആവും. നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും നമ്മൾ എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അതുപോലെ സ്പിരിച്വാലിറ്റിയും റിലീജിയനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്നും നമുക്ക് മനസ്സിലാകും. അപ്പോ അതെങ്ങനെയൊക്കെ നമുക്ക് ഈ കോൺഷ്യസ്നെസ് കൂട്ടിക്കൊണ്ട് വരാം എന്നുള്ളത്, അതായത് കോൺഷ്യസ്നെസിന്റെ ബോധ തലത്തിലുള്ള വേരിയേഷൻസ് ആണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫ് സിറ്റുവേഷൻസ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ, നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ എന്താ ഹാപ്പിനെസ്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. അപ്പോ ഇത് മനസ്സിലാക്കാതെ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും എന്തൊക്കെ സംഭവിച്ചാലും എത്ര വലിയ ജോലി കിട്ടിയാലും ഒക്കെ നമ്മൾക്ക് ആ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഹാപ്പിനെസ് വരികയില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ലെവലുണ്ട്. ഇത് കംപ്ലീറ്റ് ഒന്നും നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം മാത്രം പറയാം, ഈ കറേജ് എന്ന് പറയുന്ന ഒരു ലെവൽ നിങ്ങൾ കാണുന്നുണ്ടാകും. ദ വാല്യൂ 200. അവിടെ വന്നു കഴിയുമ്പോൾ, അതായത് നമുക്കിപ്പോ അറിയാം നമ്മളുടെ ലൈഫിനേക്കാളും വേറെ എന്തിനെങ്കിലും വേണ്ടി നമ്മുടെ ലൈഫ് വേണമെങ്കിൽ കളയാം എന്നുള്ള രീതിയിലേക്ക് വരുന്ന ആരൊക്കെയാണ്? അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലൈഫ് സാക്രിഫൈസ് ചെയ്യും അല്ലെ, ടു സം എക്സ്റ്റെന്റ്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാല്. പിന്നുള്ളത് നമ്മുടെ ജവാന്മാര്, നമ്മുടെ സോൾജിയേഴ്സ്, നാടിന് വേണ്ടിയിട്ട് അവര് ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വന്നത് ഈ 200 ലെവല് ക്രോസ് ചെയ്തു. ആ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് വന്നു. അതെത്തണമെങ്കിൽ ഈ കണ്ടീഷൻ ഇതെല്ലാം കഴിഞ്ഞ് അവർ ആ 200 ലെവൽ ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറേജ് വരുന്നതെന്ന് പറയാം. പക്ഷെ അത് മാത്രമല്ല നമ്മുടെ കറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്രയും നാളും പിന്തുടർന്ന് വന്ന കാര്യങ്ങളിൽ ഉള്ള പാളിച്ചകൾ നമുക്ക് മനസ്സിലായി. നമ്മളുടെ എവിടെയാണ് നമ്മുടെ എനർജി ലെവൽ എന്ന് മനസ്സിലാക്കി അതിന് കറക്ഷൻസ് നമ്മൾ കൊടുത്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ഫേസിലേക്ക് പോകുന്ന, അതായത് ഞാൻ കറേജിയസ് ആണ്, എനിക്ക് നന്നായിട്ട് ധൈര്യമുണ്ട് ഒരു കാര്യം ബ്രേക്ക് ചെയ്ത് പുതിയത് എടുക്കാൻ. അല്ലാതെ എല്ലാവരും ചെയ്യുന്നു, നമ്മൾ കുട്ടികളുടെ കാര്യം പറയാറുണ്ട്, പിയർ പ്രഷർ, എല്ലാവരും ഇത് ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യണം. അങ്ങനെ പോകുന്നത് ഒരിക്കലും ഒരു ധൈര്യമല്ല, അത് ഏറ്റവും വലിയ ഭീരുത്വമാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. വലിയ സാഹസ കൃത്യങ്ങളൊക്കെ ചെയ്യാൻ കൂട്ടുകാര് ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോ നിനക്ക് ധൈര്യമില്ല, ഭീരുവാണെന്നൊക്കെ പറയും. പക്ഷെ സ്റ്റാൻഡിങ് ഔട്ട് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ട് നമ്മളായി നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ 200 എന്ന് പറയുന്ന ലെവല് നമുക്ക് ഉണ്ട്. നമ്മളത് ക്രോസ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് പലപ്പോഴും നമ്മളായി തന്നെ നിൽക്കാൻ പറ്റും. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് മീഡിയ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അത് നമ്മൾ പറയുന്നു അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോകും. അതുപോലെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഗിൽറ്റ് 30 ഉള്ള ആൾക്കാര് അവരെന്താ ചെയ്യുന്നതെന്ന് അറിയോ? മിക്കവാറും അവർക്കൊരു ഉള്ളിലൊരു കുറ്റബോധമുണ്ട്, അവർ ചെയ്തു പോയതൊന്നും ശരിയല്ലായിരുന്നു. പക്ഷെ നമ്മൾ അറിയുക, എല്ലാത്തരം നമ്മൾ ചെയ്ത് തെറ്റും ശരിയും എല്ലാം ഒരു ടീച്ചിങ് ആയിരുന്നു. വൺസ് നമ്മൾ അത് അറിയുന്നു അത് തെറ്റാണെന്ന്, പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുകയും അതിലേക്ക് പോവാതെ ആ തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യാണ് നമ്മൾ എപ്പോഴും ആ ഒരു ഗ്രോയിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനു പകരം ഞാൻ അന്ന് അങ്ങനെ ചെയ്തു, 10 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മുന്നോട്ട് ചെയ്യാൻ പറ്റുകയുമില്ല. നമ്മൾ ഈ ഗിൽറ്റ് ആൻഡ് ഷെയിമിൽ കിടന്ന് ആ ഒരു റേഞ്ചിലായി നിന്നു. ഈ ഗിൽറ്റ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ കണ്ടു കാണും, ഈ എന്താ പറയാ വലിയ ക്രിമിനൽസിനെ ഒക്കെ കൊണ്ടുവരുമ്പം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അവരൊരു കുറ്റം ചെയ്തു എന്ന് കേൾക്കുമ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അവിടെ കയറിയിട്ട് അസഭ്യം പറയുക. അതുപോലെ അതിനെ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇത് അവര് പ്രൊജക്ട് ചെയ്യുന്നു പറയുന്നത്. അതായത് ഇവർക്ക് പറ്റുന്ന ഒരു കാര്യം, ഇവരുടെ ഉള്ളിലുള്ള ആ കുറ്റബോധം അവര് വേറൊരാളിലേക്ക് അത് പ്രൊജക്ട് ചെയ്തിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതായത് കള്ളനെയൊക്കെ പിടിച്ചുകൊണ്ട് വരുമ്പം അല്ലെ, ഗോവിന്ദചാമിയൊക്കെ കൊണ്ടുവന്നപ്പോ കണ്ടതല്ലേ നമ്മള്, കല്ലെറിയുന്നു, ആക്രോശിക്കുന്നു, അടിക്കാൻ വരുന്നു. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ചില സദാചാര പോലീസ് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെയൊക്കെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നവര്
ആ ഉള്ളിലുള്ള ആ ഗിൽറ്റാണ് പലപ്പോഴും അത് പ്രൊജക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ ഈ ഒരു നിലവാരത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ മിക്കവാറും ഒക്കെ തന്നെ ഇതൊന്നും ഹൈ ലെവലിലേക്ക് പോകാൻ അവർക്കത് അറിയില്ല. അവരുടെ സാഹചര്യങ്ങൾ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കൂടെ ഉള്ളവര് അവര് ഇങ്ങനെ പുള്ളേഴ്സ് ആണ്, അവർ പേടിച്ച് ഇവരെ ഈ ലെവലിൽ തന്നെ റിട്ടൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ഭേദിച്ച് പുറത്ത് കടക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം. അതായത് എന്റെ ലെവൽ എന്താണ്, എന്റെ ലെവൽ കൂട്ടിയേ പറ്റൂ. ഇത്തരം ആൾക്കാരുമായിട്ട് സമ്പർക്കത്തിൽ വന്നാൽ ഇതാണ് എനിക്ക് സംഭവിക്കുന്നത്, ഞാൻ ഇവിടെയാണ്, ഇതാണ് എന്റെ ലെവൽ. ആരോടും പറയണ്ട, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. നമുക്ക് ഇതുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ 200 വരെയെങ്കിലും 200 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടുത്ത ലെവലിലേക്ക് എന്താണ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെപ്പറ്റി പറയണമെങ്കിൽ ഒരുപാടുണ്ട്, ഒരുപാട് ഇൻഫർമേറ്റീവ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ അടുത്ത നമ്മുടെ കോഴ്സ് വരുന്നുണ്ട് 18th തൊട്ട്, അവിടെയൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ അൺലീഷ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ടത് നമ്മുടെ എബിലിറ്റീസ് ആസ് എ ഹ്യൂമൻ ബീയിങ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ എബിലിറ്റീസ്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ പ്രത്യേകതകൾ മറ്റ് ജീവികൾക്കൊന്നുമില്ലാതെ നമുക്ക് പ്രപഞ്ചം തന്നിരിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന അത്രയും കഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കും. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിനക്കത് പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്കത് പറ്റും. കാരണം എന്റെ വയറിങ് ഇങ്ങനെയാണ്, ഇത്ര ബില്യൺ ന്യൂറോൺസ് ആണ് എനിക്കുള്ളത്, എനിക്ക് ഇത്ര കണക്ഷൻസ് ചെയ്യാൻ പറ്റും. എന്നെ പോലെയുള്ള ഹ്യൂമൻ ബീങ്, സാധാരണ മനുഷ്യരാണ് ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. അതിന് എനിക്ക് എല്ലാ A+ കിട്ടണമെന്നില്ല എന്ന് സ്വയം മനസ്സിലാക്കുകയും, നമ്മൾ നേരത്തെ കണ്ട ഷെയിം ലെവൽ ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിനകത്ത് ഷെയിം അതുപോലെ ഗിൽറ്റ് ഒക്കെ വരുന്നവരാണ് സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്നത്. സൂയിസൈഡ് ചെയ്ത് ഇനി ജീവിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്ന ആ 2030-ലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവിടുന്ന് നമ്മൾ മാറണമെങ്കിൽ ബോധപൂർവം നമ്മുടെ ഉപബോധ മനസ്സിനെ പഠിപ്പിച്ചേ പറ്റൂ. ഐ എം കേപ്പബിൾ, അല്ലെ, ഐ എം ടാലന്റഡ്. എന്തുകൊണ്ടാ? ബാക്കി ഹ്യൂമൻ ബീങ്സിനെല്ലാം ഇതുണ്ട്, അപ്പൊ എനിക്കുമുണ്ട്. ഇനി ഹൗ യു ആർ മെയ്ഡ് അപ്പ് ഓഫ് ആൻഡ് വൈ യു ആർ ഹിയർ ഓൺ എർത്ത് നൗ. ഇത് ആരൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇത് ആര് ചോദിച്ചാലും ഇതിന് ഉത്തരം കിട്ടും. അല്ലെങ്കിൽ ഒരു കോളേജില് എന്താ പറയാ, ഒരു കംഫർട്ടബിൾ ആയിട്ട് നല്ല സാലറിയും വാങ്ങിയിരിക്കുന്ന ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കില്ല. നമ്മുടെ ഇത്തരം പ്രോജക്റ്റുകൾ, ഡിവൈൻ മദർ പ്രോജക്ട്സ്, അതുപോലെ പല പല ഓർഗനൈസേഷൻസും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്ത് പ്രവർത്തിക്കില്ല. ഈ ഒരു ചോദ്യം ലൈഫിൽ എപ്പോഴും ഒന്ന് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും കുറച്ചും കൂടി ആൾക്കാരിലേക്ക് നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി അതിൽ പഠിച്ച് അതിൽ വർക്ക് ചെയ്ത് അതിന്റെ ഒരു പ്ലഷർ നമുക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോ ഈ ട്രൂ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളിപ്പോ ഒരു പോലീസുകാരനാണ്, ടീച്ചറാണ്, ഒരു ഡോക്ടറാണ്, അപ്പൊ ഞാൻ ഇത് മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. അവിടെ നിന്നിട്ട് ഒന്നുകിൽ അതിൽ ഒരു ബെറ്റർ ഡോക്ടർ എങ്ങനെ ആവാം, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് എങ്ങനെ വരാൻ പറ്റും. എല്ലാ ഡോക്ടേഴ്സും ഒരേ കാര്യം ചെയ്യുന്നു, പക്ഷെ ഈ പെർട്ടിക്കുലർ ഡോക്ടർ ചെയ്യുന്നത് കുറച്ചും കൂടി പ്രത്യേകതയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് മാറാം. അല്ലെങ്കിൽ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ഫീൽഡ്, ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന പോലെ എൻറ്റയർലി ഡിഫറെന്റ് ഫീൽഡിലേക്ക് നമുക്ക് ഇറങ്ങാം. ആ ഫീൽഡ് എനിക്ക് യോജിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് എന്റെ ലൈഫിൽ എനിക്കത് 100% ഉറപ്പാണ്. നമ്മള് സീക്കേഴ്സിന്റെ മുന്നിലേക്ക് എപ്പോഴും അവസരങ്ങൾ വരും, ഗുരുക്കന്മാര് പ്രത്യക്ഷപ്പെടും, അല്ലെ? സ്റ്റുഡൻസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ടീച്ചർ എപ്പോ വരണമെന്നുള്ളത്. സ്റ്റുഡന്റ് റെഡി ആണെങ്കിൽ ടീച്ചർ അപ്പിയേഴ്സ് എന്നാണ്. അപ്പോ എന്റെ സ്റ്റുഡന്റ് ഈസ് റെഡി, ടീച്ചർ അപ്പിയേഴ്സ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ടീച്ചർ വരുന്നത് പോലെ അവസരങ്ങളും നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എങ്ങോട്ടും ഓടിപ്പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ഫീൽഡിൽ ഒന്ന് തോറ്റുപോയി അല്ലെങ്കിൽ ഒന്ന് വീണുപോയി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാ ഫെയിലിയേഴ്സും നമുക്കൊരു പാഠമാണ്, എല്ലാ സാഡ്നെസ്സും നമ്മളെ ക്ലെൻസ് ചെയ്യുവാണ്. അപ്പോ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ മനസ്സിലാക്കുക, അത് അവിടെ ഒരു പ്രോസസ്സ് നടക്കുവാണ്, എന്നെ അത് പഠിപ്പിക്കുന്നുണ്ട് എന്തോ. അപ്പൊ ലെസൺസ് എന്താണെന്ന് നോക്കുക. ആ ലെസൺസ് പഠിക്കുന്നിടം വരെ ചിലപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ചില സൈക്കിൾസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ചിലരുടെ ജീവിതത്തിൽ. കാരണം എത്ര കൊടുത്താലും പഠിക്കും, അല്ലെ? ചില ആൾക്കാർ പറ്റിച്ചിട്ട് പോകും. അപ്പൊ വീണ്ടും വീണ്ടും അതേപോലെ തന്നെ പറ്റിക്കാനായിട്ട് നമ്മൾ നിന്നു കൊടുക്കും. അപ്പൊ എപ്പോഴും അത് തന്നെ സംഭവിക്കും. പക്ഷെ വൺസ് യു ലേൺ എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം, എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ പറ്റിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യമില്ല. ഈ വാട്ട് ആർ യുവർ ക്വാളിറ്റീസ്? നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളിപ്പോ ഓരോരുത്തർക്കും തമ്പ് ഇംപ്രഷൻസ് നമുക്കറിയാം, യുണീക്ക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളില്
അപാരമായ സാധ്യതകളും അപാര പൊട്ടൻഷ്യലും പ്രത്യേകതയുള്ള കഴിവുകളും ഒക്കെ തന്നാണ് ദൈവം മുന്നോട്ട് വിട്ടിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും പറയരുത് എനിക്കൊരു കഴിവില്ല എന്നുള്ള കാര്യം ആരും പറയാൻ പാടില്ല. പിന്നെ അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ്സസ് അല്ലെ. വീക്ക്നെസ് നമുക്ക് തീർച്ചയായിട്ടും കാണും, സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ വീക്ക്നെസ്സും ഉണ്ട്. അപ്പൊ ആ സ്ട്രെങ്സ് ഒക്കെ ഇടയ്ക്ക് ഒന്ന് എഴുതി വെക്കാൻ നോക്കണം. ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഇന്ന കേപ്പബിലിറ്റീസ് ഉണ്ട്, അതുപോലെ എനിക്ക് ഇന്ന വീക്ക്നെസ് ഉണ്ട്. അപ്പൊ ഈ വീക്ക്നെസ് കറക്ഷൻ ആണ് നമ്മൾ ഈ പുതിയ ന്യൂ ഇയറിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം. അതിന് SWOT അനാലിസിസ് എന്നൊക്കെ പറയും. നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് വേറെ ആരും പറഞ്ഞല്ല അറിയേണ്ടത്. ഇപ്പൊ അമ്മ പറയുന്നു നിനക്ക് ഇതിൽ കഴിവുണ്ട്, പക്ഷെ അമ്മ പറയുന്നതാവണമെന്നില്ല, പക്ഷെ ആവാം. അപ്പൊ നമ്മളൊന്ന് നോക്കുക, ഇത് തന്നെയാണോ അമ്മ പറയുന്നത് തന്നെയാണോ എന്റെ കഴിവ്? ചിലപ്പോ അമ്മ പറയും, എന്തായിരിക്കും പറയുന്നത്, നിനക്ക് ഒരു ഡോക്ടർ ആവാനുള്ള എല്ലാ കഴിവും ഉണ്ടെന്ന് പറയും അല്ലെ. പക്ഷെ നമ്മൾ സ്വയം ആലോചിക്കുമ്പോൾ ആ ഡോക്ടർ ആവാനുള്ള കഴിവാണോ എന്നിലുള്ളത്, അതോ വേറെന്തെങ്കിലും ആണോ ഞാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിൽ സ്ട്രെങ്സ് അറിയണം. വീക്ക്നെസ് പറയുമ്പോൾ ഞാൻ എവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ വീക്ക്നെസ് എന്താ, നമ്മളൊരു മൊബൈൽ ഇപ്പൊ എല്ലാവരുടെയും ഒരു വീക്ക്നെസ് ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ എത്ര ടൈം ഞാൻ അതിലെ മൊബൈലില് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര സമയം ഞാൻ ചെലവഴിക്കുന്നു, അൺനെസസറി ആയിട്ടാണോ ഞാൻ ചെയ്യുന്നത്, എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ഞാൻ നോക്കുന്നത്, അതോ ഞാൻ വെറുതെ സോഷ്യൽ മീഡിയയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്ത് റീൽസ് ഒക്കെ കണ്ടിരിക്കുവാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം ചോദിക്കണം. കാരണം ആസ് എ ഹ്യൂമൻ ബീങ് നമ്മുടെ പൊട്ടൻഷ്യൽ വളരെ ഹൈ ആണ്, അത് ചെയ്യാനുള്ള സമയം വളരെ കുറവാണ്. അപ്പോ ആ സമയം ആണ് നമ്മുടെ ഏറ്റവും വലിയ ട്രഷർ, ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റത്തുള്ളൂ. ഈ വർഷം 2025 ഇപ്പൊ നമ്മള് പല പല ആപ്സ് ഒക്കെ ഉണ്ട് നമുക്ക്. പിന്നെ സ്ക്രീൻ ടൈം മോണിറ്റർ ചെയ്യാനും കട്ട് ചെയ്യാനും സോഷ്യൽ മീഡിയ കട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് ആപ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നെറ്റിലൊക്കെ നോക്കി ഡൗൺലോഡ് ചെയ്ത് അവനവനെ പ്രൊട്ടക്ട് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് യു റിയലി വാണ്ട്. പലപ്പോഴും നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്കറിയില്ല. നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ലൊരു ജീവിതം വേണം, നല്ലൊരു ജോലി വേണം അല്ലെ, എനിക്ക് നല്ലൊരു ഫാമിലി വേണം. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടത്, എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാലറി അല്ലെ. ഇപ്പം ചിലപ്പോഴൊക്കെ ഈ പ്ലേസ്മെന്റ്, കുട്ടികളുടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ കാണുമ്പോൾ സങ്കടം വരും. നല്ല പൊട്ടൻഷ്യലുള്ള നല്ല കുട്ടികൾ ചിലപ്പോൾ വന്നിട്ട് പ്ലേസ്ഡ് ആവുന്നത് വളരെ ലോ LPA കൊടുക്കുന്ന ഒരു കമ്പനിയിലേക്കായിരിക്കും. അതായത് നമ്മുടെ പ്രൈസ് ടാഗ്, നമ്മളുടെ വാല്യൂ നിശ്ചയിക്കേണ്ടത് ആ കമ്പനിയല്ല, നമ്മളാണ്. അപ്പൊ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെ ഓരോ തവണ ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഡിമാൻഡ്. ഇപ്പോഴും ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന അടുത്തേക്ക് നല്ല പാക്കേജ് ഉള്ള നല്ല സാലറി കിട്ടുന്ന ജോബ്സ് എല്ലാം നല്ല കുട്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത് അവിടെ തന്നെ കാണും. അതിന് ഇപ്പോ ക്യാമ്പസ് പ്ലേസ്മെന്റ് പോലും വേണമെന്നില്ല. നിങ്ങൾ ലിങ്ക്ഡിനിലൊക്കെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മളെ തേടി കമ്പനീസ് ഒക്കെ വരും. അപ്പോ ഇതൊക്കെ അറിയണം. എന്താണ് എന്റെ ഓപ്പർച്യൂണിറ്റീസ്, എനിക്ക് എന്തൊക്കെയുണ്ട് ആസ് എ സ്റ്റുഡന്റ്, ഇന്ന സ്ഥലത്തെ സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ്. അല്ലാതെ ഏതെങ്കിലും ഒരു സബ്ജക്ട് ടഫ് ആയി പോയി, ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കുറഞ്ഞു പോയി, ഒട്ടനെ പോയി ഒന്നെങ്കിൽ ആ കോഴ്സ് വേണ്ടെന്ന് വെക്കും, അല്ലെങ്കിൽ അടുത്ത പടിയായിട്ട് പിന്നെയും വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്ന് പറയുവാണെങ്കിൽ പഠിക്കില്ല, തോറ്റ് സപ്ലൈ അടിച്ചു പോകും. അതിലും കടന്ന കൈയായിട്ട് ചിലപ്പോൾ ജീവൻ തന്നെ വേണ്ടെന്ന് വെക്കും. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് നമുക്ക് എന്താണോ വേണ്ടത്, ഇതില് നമ്മൾ പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടെ ഒരാളുണ്ട്, അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അപ്പോ ആ നിങ്ങൾക്ക് വേണ്ടതിലേക്ക് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യും. നിങ്ങൾ ഇതുപോലെ എഴുതി വെക്കുന്നു, എനിക്ക് ഇന്നത് വേണം, ആഫ്റ്റർ 5 years എനിക്ക് ഇത്ര കാര്യങ്ങൾ വേണം, ഞാൻ ഇന്ന ഡിഗ്രി അച്ചീവ് ചെയ്യും, ഇന്ന കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും, ഇന്ന സ്ഥലത്തായിരിക്കണം എനിക്ക് ജോലി, ഇപ്പം ഇതായിരിക്കും ഞാൻ ചെയ്യുന്ന വർക്ക്. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് തന്നെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ഫീഡിങ് ഇൻ ടു യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്താ ചെയ്യുന്നത്? നമ്മൾ പണ്ടൊക്കെ പറയാറില്ലേ, അലാവുദ്ദീനും അത്ഭുത വിളക്കും. നമുക്ക് തന്നു വിട്ടിരിക്കുന്ന ഒരു അത്ഭുത വിളക്കാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന്. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എത്രത്തോളം അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോ അതിനെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുക. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിനകത്ത് നമ്മളുടെ ബോധതലം ഉയർത്താനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആദ്യം ഹീൽ ചെയ്യണം, പിന്നെ അതിനെ ട്രെയിൻ ചെയ്യണം. എന്ത് ചെയ്യാനായിട്ട്? നമ്മളെ ഉയർത്തി കൊണ്ടുപോയി ആ എനർജി ഹൈ ആക്കി നമ്മളെ കൂടുതൽ കാര്യങ്ങൾ
പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നല്ല ഹെൽത്ത്, നല്ല റിലേഷൻഷിപ്പ്, നല്ല ഒരു സ്റ്റാറ്റസ്, ഇതെല്ലാം നമുക്ക് വരണം. അപ്പൊ അതിന് ആ എനർജി ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കേണ്ട സമയമാണ് ഓരോരുത്തരും ഇപ്പോ. അതിനു പകരം നമ്മൾ ഈ ആവശ്യമില്ലാതെ മൊബൈലൊക്കെ നോക്കി നമ്മൾ പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല, ആരെങ്കിലും ഒക്കെ കുറ്റമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ അവരുടെ അതേ എനർജി ലെവലിൽ നിൽക്കും. അപ്പൊ അത്തരം സിറ്റുവേഷൻസും അത്തരം ആളുകളെയും നമ്മൾ അട്രാക്ട് ചെയ്യും. അപ്പൊ എന്താ പറ്റുന്നത്? ഇപ്പൊ ഒരു ഓഫീസിലേക്ക് പോയി, നമുക്ക് ആ ഓഫീസിന്റെ സിറ്റുവേഷൻ, അവിടുത്തെ ആൾക്കാരെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ തൽക്കാലം അവിടെ നിൽക്കുന്നു. പക്ഷെ നമ്മളുടെ എനർജി ലെവൽ കൂട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങളുടെ വേവ് ലെങ്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അത്തരം ആൾക്കാരിലേക്ക് അവര് വന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കണക്റ്റഡ് ആകും. അപ്പോ ഇതാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. റിയലി ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് ഈ കോൺഷ്യസ്നെസ് എങ്ങനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം, എങ്ങനെ എന്നുള്ളത് നമുക്കിപ്പോ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതിന് നമുക്ക് കൂടുതൽ ദിവസങ്ങൾ വേണം. പിന്നെ ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. ഇത് കേൾക്കാൻ നമുക്കിപ്പോ സമയമില്ല. കാര്യം എന്താ? നമ്മൾ ഫുൾ ബഹളത്തിലാണ്. നമുക്ക് എന്തൊക്കെയോ ബഹളങ്ങളാണ് ചുറ്റും നടക്കുന്നത്, അല്ലെ? നമുക്ക് അത് വേണം, ഇത് വേണം, അവിടെ പോകണം, അത് ചെയ്യണം, ഇന്നവരെ തൃപ്തിപ്പെടുത്തണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഈ പരീക്ഷ എഴുതണം, ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപൃതരാണ്. അപ്പൊ അതുകൊണ്ട് വി ഡോണ്ട് ഹാവ് ദ ടൈം ടു ലിസൺ ടു അവർ ഇന്നർ വോയിസ്. അപ്പൊ ഇന്നർ വോയിസിനെ എങ്ങനെ നമ്മൾ ലിസൺ ചെയ്യാന്ന് പറഞ്ഞാൽ യു ഹാവ് ടു സിറ്റ് സൈലന്റ്. നമ്മൾ സൈലന്റ് ആയിട്ട്, ഇതാണ് റിയൽ പ്രയർ. പ്രയർ ഈസ് നോട്ട് എ ബെഗിങ്. എനിക്ക് തായോ തായോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രയർ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്, അല്ലെ? റൂമി പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് ഓൺലി വൺ പ്രയർ, ലെറ്റ് ഇറ്റ് ബി താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കുള്ളതിലേക്ക് നമ്മൾ ബോധപൂർവം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ശ്രദ്ധ തിരിക്കണം. അത് കോൺഷ്യസ് മൈൻഡ് ശ്രദ്ധിച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ ഫോളോ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തഥാസ്തു, നമുക്ക് തന്നിരിക്കുന്ന അത്ഭുത വിളക്ക്, നമ്മൾ എന്തിലേക്കാണോ ശ്രദ്ധിക്കുന്നത് അതിനെ അട്രാക്ട് ചെയ്യാനും, അല്ല അതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ധരിക്കുന്നത്. പലപ്പോഴും അത് തെറ്റിദ്ധരിക്കാം. കാരണം എന്താ? നിങ്ങൾ ചിലപ്പോൾ ഹൊറർ ഫിലിം കാണുന്ന ആളായിരിക്കും, ചിലപ്പം വളരെ സാഡ് ആയിട്ടുള്ള ന്യൂസ്, വളരെ എന്താ പറയാ അപകട വാർത്തകളൊക്കെ വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അതൊക്കെ നമ്മൾ പറഞ്ഞ കോൺഷ്യസ് ബോധതലം താഴെയുള്ളവരാണ് അത് ചെയ്യുന്നത്. ഗിൽറ്റിലും ഡിപ്രഷനിലും അതിലൊക്കെ കിടക്കുന്ന ആൾക്കാര് ഇത്തരം വാർത്തകൾ തെരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ സ്വയം ചോദിക്കുക, മറ്റുള്ള ഒരാൾക്ക് ഒരു ലോട്ടറി അടിച്ചു എന്ന് കേട്ടാല്, നല്ലൊരു ജോലി കിട്ടി എന്നൊക്കെ കേട്ടാൽ എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ടോ, ഒരു ഇൽ ഫീൽ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കോൺഷ്യസ് ആ ഒരു ലെവൽ നമ്മുടെ ഒത്തിരി താഴെയാണ്. അപ്പൊ അത് നമ്മൾ ഉയർത്തിയേ പറ്റുള്ളൂ. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബോധപൂർവം നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക, അത് കൗണ്ട് ചെയ്യുക, അതിന് നന്ദി പറയുക. ഇതൊക്കെയാണ് നമ്മൾ പണ്ട് എല്ലാവരും പഠിപ്പിച്ചിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനും പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ. അപ്പോ അതാണ് നമ്മളിപ്പോ ഈ ഡിവൈൻ മദറിൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും രാവിലെ അവരോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോ ഒരു ബാച്ച് കംപ്ലീറ്റ് അവർ ചെയ്തു. അതിന്റെ റിസൾട്ട് വളരെ നല്ലതായിരുന്നു. ആ റിസൾട്ട് കിട്ടിയ ആൾക്കാരാണ് ഇപ്പൊ നമ്മളുടെ മറ്റു ഗ്രൂപ്പുകൾ, ഡിവൈൻ മദറിന്റെ ബഡ്സ്റ്റോൾസ് ടീംസ് 3-ലും അവരാണ് ഇപ്പൊ ലീഡ് ചെയ്ത് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യം ഒന്ന് തുടങ്ങി തന്നു. അപ്പൊ ഇവർ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ അതിന്റെ സയൻസ് മനസ്സിലാക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് കൗണ്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് ബോധപൂർവം നമ്മുടെ മനസ്സിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓവർ തിങ്കിങ് കുറയ്ക്കുന്നു. കാരണം നമുക്ക് അബൻഡൻസിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമുക്ക് ഇത്ര കാര്യങ്ങളുണ്ട്, അല്ലെ? നമ്മൾ അറിയാതെ പോലും നമ്മൾ എന്താ പറയാ, കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്കുള്ള ഓരോ കാര്യങ്ങളും എത്രത്തോളം മഹത്തരമാണ്, എത്രത്തോളം പ്രൈസ്ലെസ് ആണെന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടും ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്കൊന്നുമില്ല എന്നുള്ളതാണെങ്കിൽ, അല്ലെ? ഇപ്പം ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ഫ്രീ ആയിട്ട് നമ്മൾ ഇത്രയും ഓക്സിജൻ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ വെന്റിലേറ്റർ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ആ വെന്റിലേറ്റർ സപ്പോർട്ടിന് ഒരു ദിവസം എത്ര രൂപ കൊടുക്കുന്നു? ഇപ്പൊ നമ്മൾ എത്രത്തോളം എത്ര വിലയുള്ള, കോടിക്കണക്കിന് വിലയുള്ള ഓക്സിജൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ വെള്ളത്തിന്റെ കാര്യം. അപ്പൊ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്നു, മലിനമാക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും ഈ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഹൈ ആക്കണമെങ്കിൽ യൂണിവേഴ്സിന്റെ ലോ അറിയണം എന്ന് പറയാം. അതായത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അല്ലെ? അതുപോലെ ഈ മലിനമാക്കുന്ന കാര്യങ്ങള്, മനഃപൂർവ്വം ഒരു കാര്യം ഒരാളെ ദ്രോഹിക്കുന്ന, ഇതൊക്കെ നമ്മളെ ഡൗൺ ആക്കിക്കൊണ്ടേയിരിക്കും.
ആരും കാണുന്നില്ല എന്ന് വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അറിയുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം മൈൻഡ്, സോൾ ആൻഡ് ബോഡി ചേർന്നതാണ് നമ്മൾ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത് മൂന്നും ശ്രദ്ധിക്കണം. മൈൻഡിന് വേണ്ടതെല്ലാം കൊടുക്കണം, സോളിന് വേണ്ടത് കൊടുക്കണം. ഏറ്റവും അവസാനമാണ് നമ്മൾ ബോഡി പറഞ്ഞത്. കാരണം അവിടെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. കാര്യം മൃഗങ്ങളും അവരുടെ ശരീരം പുഷ്ടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവർക്കും ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, അടുത്ത ജനറേഷൻ, അടുത്ത തലമുറ ഉണ്ടാക്കുന്ന ഇത്രയും കാര്യങ്ങൾ മാത്രമേ അവരെ സംബന്ധിച്ചുള്ളൂ. നമ്മളും ഇപ്പൊ ഏകദേശം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് ഒന്നിനെ പറ്റിയും അത്ര ബോധർ ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മളങ്ങ് ഗുഡ് ബൈ പറഞ്ഞ് പോകാമെന്നങ്ങ് തീരുമാനിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ഡോക്ടർ എന്നുള്ളതിൽ ഒരു ബെസ്റ്റ് ഡോക്ടറിലേക്ക് എങ്ങനെയാവാം, അതായത് ആഡ് സം എക്സ്ട്രാ ഫ്ലേവർ ടു വാട്ട് എവർ യു ഡു. ഇതിന് നമ്മുടെ ദയാൽ സാർ പറയുന്നത് എക്കോളജിക്കലി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അതായത് ഞാൻ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് എങ്ങനെ അത് കുറെ കൂടി അവരുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത് പറ്റും. നേരത്തെ പറഞ്ഞത് തന്നെ ടൈം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. എന്ത് ചെയ്താലും അത് സന്തോഷത്തോടെ ചെയ്യുക. ഇപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 6 വർഷം യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചിരുന്നു. അപ്പൊ ആ ജോലി എനിക്ക് പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കാര്യം ഇങ്ങനെ പഠിക്കുന്നു. അതിപ്പോ വേറെ ഒരു ജോലി ആവാം എന്ന് ചിന്തിച്ചപ്പോൾ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു. ആ ഭാഗ്യത്തിന് ടെസ്റ്റ് എഴുതി കിട്ടി. പക്ഷെ പലപ്പോഴും നമ്മൾ ഓർക്കും ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ളോ അല്ലെ, ഈ കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും കുറെ കൂടി നന്നായിട്ട് ഒരു ഹാപ്പി മൈൻഡോട് കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പൊ വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ അറിയും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ഐ എന്ന് പറയുന്ന ആളെ ഈഗോ ഐ അല്ല, ഒരു സ്പിരിച്വൽ ഐ ഉണ്ട്. ആ ആളെ നമ്മൾ കുറെ കൂടി മനസ്സിലാക്കുകയും ആ ആളെ സന്തോഷിപ്പിക്കുകയും ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് തന്നെ നല്ല രീതിയിൽ പോകാൻ പറ്റും. ഇനി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ചിലപ്പം പല സ്കിൽസ് ഒക്കെ വേണ്ടി വരും അല്ലെ. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അത് ചെയ്യുവാണെങ്കിൽ അതിന് എത്ര വലിയ കുഴപ്പമില്ല. നമ്മളെ തന്നെ അങ്ങ് ഇപ്പൊ കാറൊക്കെ ഓടിക്കാൻ ഒരു പ്രാവശ്യം പഠിച്ചാൽ നമ്മൾ അങ്ങനെ തന്നെ പോകും. അങ്ങനെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ പോകും. അതല്ല ഞാൻ പുതിയൊരു കാര്യം ചെയ്യണം, ഇപ്പൊ ഈ ഒരു ടോപ്പിക് അല്ലെ, ഇതെടുക്കുമ്പോൾ ഞാൻ എവിടെയെല്ലാം പഠിക്കേണ്ടി വരും, ഇന്ന കാര്യങ്ങൾ, ഇന്ന പുസ്തകം നോക്കേണ്ടി വരും, പല ആൾക്കാരെ പറ്റി റിസർച്ച് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ആൾക്കാരെ, എല്ലാത്തരം ആൾക്കാരെ, ഇപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, സാധാരണ ഹൗസ് വൈഫ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം കൊടുക്കണം. അടുത്ത വർഷമാണ് വരുന്നത്. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ആ ഒരു വർഷത്തിലേക്ക് എനിക്ക് പറ്റും എന്നുള്ളൊരു ഫീലോട് കൂടി അവര് ആ പുതിയ വർഷത്തെ എതിരേൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു അല്ലെ. ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇന്ന കാര്യം കൊണ്ടുപോയിട്ട് നീ ഈ ടോപ്പിക്കൊക്കെ ഉൾപ്പെടുത്തി കൊടുത്തു? അങ്ങനെയില്ല, ഒന്നുമില്ല, റെഡിമെയ്ഡ് ഇല്ല. അപ്പൊ നമ്മൾ ഓഫ് ദ ഷെൽഫ് നമ്മൾ ഓരോന്ന് റിസർച്ച് ചെയ്തു, പഠിച്ചു. അപ്പൊ നമ്മുടെ ജോലിയുണ്ട്, നമ്മള് ഇതുപോലെ നമുക്ക് കുട്ടികളുണ്ട്, വീടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എവിടെ സമയം കണ്ടെത്തും? നമ്മുടെ ഫ്രീ ടൈംസ് അല്ലെങ്കിൽ നമ്മൾ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് ആ സമയം ഇങ്ങനെ ചെയ്യാം. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ആ കോളിംഗ് അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി ലെവല് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യും, നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തും. അതാണ് മെയിൻ തിങ്. അപ്പോ ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിലും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ അവർക്ക് ഹോബി എന്ന് പറയുന്ന ഒന്നും ഇല്ല. നമ്മളൊക്കെ സാധാരണ എന്ന് വെച്ചാൽ എനിക്കൊക്കെ പല ഹോബീസ് ഉണ്ടായിരുന്നു. പെയിന്റിങ്, പല പല ഈ ആർട്ട് വർക്ക് ഒക്കെ ഉണ്ടാക്കുക, സാരി പെയിന്റിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്കൊരു ഡിപ്രഷൻ, ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ വരുന്നു അല്ലെങ്കിൽ ഒരു സ്ട്രെസ് വരുന്നു ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം മാറ്റി വെച്ചിട്ട് വേഗം പോയിട്ട് ഒരു ക്യാൻവാസിൽ ഒരു പടം വരച്ച് നല്ലൊരു പെയിന്റിങ്, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലോ സ്റ്റാറ്റസോ ഒക്കെ ആക്കും. ഇപ്പൊ എല്ലാവരും ഇത് ആരാ വരച്ച് അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് കുറെ പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടിരിക്കുക. പിന്നെ ഓൾവേസ് കണക്ട് വിത്ത് സുപ്രീം പവർ ഫോർ പ്രോപ്പർ ഗൈഡൻസ്. ഇത് എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കണ്ട കേട്ടോ. അതായത് നമ്മുടെ കോൺഷ്യസ് ലെവൽ കൂട്ടി ബോധതലം ഉയർത്തി വരുമ്പോൾ ഒരു പർട്ടിക്കുലർ, അതായത് ഉയരണമെന്നുള്ള ആഗ്രഹിക്കുമ്പോൾ തന്നെ ഈ ഒരു കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ഈ ഫേസിലെല്ലാം കടന്നുപോയ ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര കോൺഫിഡൻസോടെ നിങ്ങളോട് പറയാൻ പറ്റുന്നത്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ചോദിക്കണം, ഞാൻ പറയും ഞാനാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് പേഴ്സൺ, ഒരു വറീസും ഇല്ല. പിന്നെ നേരത്തെ ഉള്ള പല പ്രശ്നങ്ങളും ഒക്കെ അവിടെ കാണും, പക്ഷെ നമുക്ക് വറീസ് ഇല്ല.
കാര്യം എന്താ, നമുക്കറിയാം അതൊരു ടീച്ചിങ് ആണ്, അത് മാറിക്കോളും. നമ്മളെ കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും വരുന്നത്. നമുക്ക് ശത്രുക്കൾ എന്ന് പറയുന്ന ആരും ഇല്ലല്ലോ. കാര്യം എന്താ, ഒരാള് വന്ന് നമ്മളോട് ചീത്ത പറഞ്ഞു, അല്ലെ നമ്മളെ വഴക്ക് പറഞ്ഞിട്ട് അല്ലെ അടിച്ചിട്ട് പോവുകയാണെങ്കിൽ പോലും നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ, ഈ ആള് വന്നത് എന്തോ ഒരു ടീച്ചിങ്, എന്നെ എന്തോ പഠിപ്പിക്കാനാണ്, അല്ലെ ഞാൻ അയാളെ എന്തോ പഠിപ്പിക്കാനാണ്. ഇത് സംഭവിച്ചാൽ ആ ആള് ഡിസപ്പിയർ ചെയ്തു. നിങ്ങളുടെ ഈ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് കൂടുന്ന അനുസരിച്ച് നിങ്ങളുടെ സിറ്റുവേഷൻസും ഡിസപ്പിയർ ചെയ്തു. അതാണ് നമുക്ക് എല്ലാം സന്തോഷം തരുന്നൊരു കാര്യം. ഇവിടെ ഡിവൈൻ മദറിൽ ഇരിക്കുന്ന എല്ലാ മെമ്പേഴ്സും എനിക്ക് തോന്നുന്നു അവരിത് ചെയ്തവരാണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ടാസ്ക്, ഡെയിലി ടാസ്ക് നമ്മൾ കൊടുക്കും, അത് ചെയ്തവരാണെങ്കിൽ അവർക്കറിയാം എങ്ങനെ അവരുടെ ലൈഫിൽ നിന്നും പല കാര്യങ്ങളും ഡിസപ്പിയർ ചെയ്തു പോയി. പല നെഗറ്റിവിറ്റീസ്, ഈവൻ ഹെൽത്ത് റിലേറ്റഡ്, ബെറ്റർ ഹെൽത്ത് കിട്ടി, അതുപോലെ ബെറ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. അപ്പോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിലൊരു ലോകമുണ്ട്, പുറത്തും ഒരു ലോകമുണ്ട്. അപ്പൊ ഉള്ളിലുള്ളതിന്റെ കറക്റ്റ് റിഫ്ലക്ഷൻ ആണ് പുറത്തെ ലോകം. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. ഉള്ളിലുള്ള സംഭവങ്ങളാണ് പുറത്തെ ലോകത്തെ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ പുറത്തു പോയിട്ട് നമ്മൾ അത്, ഇപ്പൊ ഒരു കണ്ണാടി നോക്കുന്ന ഒരാള് മുഖത്തൊരു എന്തെങ്കിലും ഒരു കരി പറ്റിയിരുന്നാല് കണ്ണാടി പോയി വൃത്തിയാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇതേപോലെ പുറത്തെ ലോകത്തൊരു പ്രശ്നം നടന്നാൽ അവിടെ പോയി അത് ശരിയാക്കി എടുക്കാം എന്ന് നമ്മൾ വിചാരിക്കുവാണെങ്കിൽ അത് തെറ്റാണ്. അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. ആ ഉള്ളിലുള്ള ക്ലെൻസിങ് നടക്കണം. ചിലപ്പോൾ അതൊരു ഗൈഡഡ് പ്രോസസ്സിൽ കൂടെ പറ്റുള്ളൂ. നമുക്ക് സ്വയമായിട്ട് ചിലപ്പം പറ്റില്ല, ചിലപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള പല ടൂൾസ് ആണ് ഇതൊക്കെ. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു നമ്പർ 1 ടൂളാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് ഇങ്ങനെ, ഇത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നുള്ളത് തന്നെ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ ക്ലെൻസിങ് നടക്കും. നമ്മൾ കൊച്ചിലേ തൊട്ട് കേട്ട പല കാര്യങ്ങൾ, നിന്നെ കൊള്ളില്ലെന്നോ, നീ ശരിയല്ലെന്നോ, നീ പിന്നെ നിനക്ക് കഴിവില്ലെന്നോ, അല്ല നീ ഈ കോഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല, ഇങ്ങനെ പലതും നമ്മൾ കേട്ട് കാണും. അപ്പൊ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, ഞാൻ ഇന്ന ക്ലാസ്സിൽ ഇത്ര മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നു, ഇന്ന കാര്യം എനിക്ക്, ഇന്ന കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടി, അത് പലരും എന്റെ കൂടെ എഴുതിയവർക്ക് കിട്ടിയിട്ടില്ല, അപ്പൊ ഞാൻ ആരാ, അപ്പൊ എനിക്ക് പറ്റില്ലേ, എനിക്ക് പറ്റുന്നതുകൊണ്ടാണല്ലോ ഞാൻ ഈ കോഴ്സിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരണം. അപ്പോ അവിടെയാണ് നമ്മളുടെ ഈ ബോധതലം ഉയരുന്നതും പ്രോപ്പർ ഗൈഡൻസ് നമുക്ക് അൾട്ടിമേറ്റ് സുപ്രീം പവറിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഗ്രോത്ത് ജേർണി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നോക്കിക്കൊള്ളുക ഓരോരുത്തർ എവിടെയൊക്കെയാണെന്ന്. എല്ലാവരും ആദ്യം വരുന്ന സ്ഥലം ഇതാണ്, കംഫർട്ട് സോൺ. അതായത് എന്താ, ഇപ്പൊ എന്റെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രാവിലെ എണീക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യുന്നു, എന്നിട്ട് എന്താ ലഞ്ചൊക്കെ റെഡിയാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നു, നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു, കോളേജിൽ ചെല്ലുന്നു, വൈകുന്നേരം വരെ അവിടെ ഇരിക്കുന്നു, അവിടുത്തെ പണികളൊക്കെ ചെയ്യുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ഇവിടുത്തെയൊക്കെ ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു, പിറ്റേന്നും രാവിലെ ആകുന്നു. ഇങ്ങനെ കിടന്ന് കളിക്കുവാണ്. ഇവിടെ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ? ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ട്, എല്ലാ മാസവും ശമ്പളം കിട്ടുന്നു, അല്ലെ? അപ്പൊ അത് നമുക്ക് പറയാം. അല്ലാതെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഹാപ്പിനെസ് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്, ഇതാണ് എന്റെ ജീവിതം, ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് ഞാൻ ചിന്തിക്കുന്നു, അല്ലെ? അപ്പൊ ആ സമയത്തായിരിക്കും എനിക്കൊരു അടി കിട്ടുന്നത്. കാരണം എന്തെങ്കിലും ഒരു പ്രതിസന്ധി എന്റെ ലൈഫിൽ വരുന്നു, ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരാള് അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഞാൻ കാണുന്നു. ഈ സമയത്താണ് എപ്പോഴും ആലോചിക്കേണ്ടത്, അത്തരം ഒരു സിറ്റുവേഷൻ മുമ്പിൽ വന്നാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു പ്രൊവിഷൻ ഉണ്ട്. എന്തിനാ? ലേണിങ്ങിന്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിൽ തന്നെ കിടന്ന് കറങ്ങിയിട്ട് നമ്മൾ ഇത് മൈൻഡ് ചെയ്യില്ല. ഇതെന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ലേണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി അപ്പിയർ ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ വന്ന എങ്ങനെയാണ്. ഇപ്പൊ ഈവൻ ഏതെങ്കിലും ഒരു ഡെത്ത്, പ്രിയപ്പെട്ട ഒരാളുടെ മരണം, അതാവാം. അപ്പോ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ഷാറ്റേർഡ് ആയി. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അടുത്ത ലെവലിലേക്ക് ഒന്നും പോവില്ല, നമ്മൾ അവിടെ തീർന്നു. ഇനി ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തി അങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി, ഫിയർ സോൺ എന്ന് പറയും. അതായത് എനിക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ആൾക്കാർ എന്തു പറയും, അല്ലെ? അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ ഞാൻ എന്റെ കോളേജിലൊക്കെ ഇപ്പൊ അറിയുക, ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ടോപ്പിക്സ് ഒക്കെ എടുക്കുക, ഇങ്ങനെ കുറച്ചു പേർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, അപ്പൊ അയ്യേ അവരൊക്കെ എന്ത് വിചാരിക്കും, അല്ലെ? അങ്ങനെയും ചിന്തിക്കാം. അപ്പോ നമുക്ക് മറ്റുള്ളവർ എന്തു പറയും, മറ്റുള്ളവർ ഞാൻ ഇങ്ങനെ ചെയ്ത എന്ത് വിചാരിക്കും, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അപ്പൊ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ ഈ ബിസിനസ്സിനൊക്കെ പറ്റുന്ന ആളാണ്, ഇതൊക്കെ ഞാൻ ചെയ്യുവോ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, എന്റെ ഫാമിലിയിൽ ആരും ബിസിനസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ 150 ചിന്തകളാണ് നമുക്ക് വരുന്നത്. അതിന് ഒരു രീതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള ആൾക്കാർ തന്നെ പറയും, നിന്നെ കൊണ്ട് പറ്റില്ല, നീ അത് വിട്ടിട്ട് പോ, നീ വേറെ വല്ല പണിക്കും പോ, ജോലി നോക്ക്, അല്ലെ, നീ എന്താ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുന്നു, വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കും.
ഈ ഫിയർ സോണിലാണ് ഫിയർ ആൻഡ് എക്സ്ക്യൂസസ്. നമ്മൾ ഒത്തിരി എക്സ്ക്യൂസസ് സെൽഫായിട്ടും പറയും, മറ്റുള്ളവരോടും പറയും. അതാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവര് നമ്മുടെ നാട്ടുകാരെ പേടിക്കുക എന്ന് പറയുന്ന സംഭവം സംഭവിക്കുന്നത്. ഇവിടെയാണ് ഫിയർ സോൺ. ഇവിടെ ഡു ഓർ ഡൈ സിറ്റുവേഷൻ, തിരിച്ച് കംഫർട്ട് സോണിലേക്ക് പോയിരിക്കാം. ഇല്ലെങ്കിൽ എങ്ങോട്ട് പോകാം? നമുക്ക് ലേണിംഗ് സോണിലേക്ക് പോകാം. അതായത് ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു പുതിയ ഏരിയ, ഞാൻ അറിഞ്ഞ സത്യം, എന്റെ ലൈഫിൽ പലപ്പോഴും സിറ്റുവേഷൻസ് ഇങ്ങനെയായിരുന്നു, അതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത് എങ്ങനെ പഠിക്കാം, എങ്ങനെ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ പല കാര്യങ്ങളും നമ്മൾ നോക്കും. അക്വയറിംഗ് ന്യൂ സ്കിൽസ്, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമ്മുടെ തലവിധി മാറ്റുന്ന ഏരിയ, ദാറ്റ് ഈസ് ലേണിംഗ് സോൺ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എക്സ്പാൻഡിങ് കംഫർട്ട് ബൗണ്ടറീസ്, അല്ലെ? അതെല്ലാം എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ പുറത്തു ചാടി, എന്നിട്ട് നമ്മൾ ഫിയറിനെ ഗ്രാജുവലി നമ്മൾ ഡിസപ്പിയർ ചെയ്ത് പോവുക. കാര്യം എങ്ങനെ ഫിയറിനെ ഡിസപ്പിയർ ചെയ്യുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട്, എന്ത്? അറിവ് വെളിച്ചമാണ്. എന്ത് തരം അറിവും. അപ്പൊ നിങ്ങൾക്കൊരു ആഗ്രഹം വന്നു, അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നു, ആ ആഗ്രഹം മറ്റുള്ളവർക്കും കൂടി നന്മ തരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആര് കൂടെ നിൽക്കും? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് കൂടെ നിൽക്കും. എന്നിട്ട് അതിന്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഫിയർ ഓവർകം ചെയ്യും. ചാലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് വിൽ ബി ദയർ, അതും നമ്മൾ ഓവർകം ചെയ്യും. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? കറക്റ്റ് ഗ്രോത്ത് സോണിലേക്ക് നമ്മൾ ചാടിക്കടക്കും, ലേണിംഗ് സോണിൽ. അപ്പൊ അവിടെയാണ് നമുക്ക് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യാനുള്ള ധൈര്യം, അല്ലെ? അതുപോലെ നമ്മൾ നല്ല ഗോൾസ് സെറ്റ് ചെയ്യും. എനിക്ക് ഇത്ര സ്കില്ലുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളൊക്കെ പ്ലേസ്മെന്റിന് പോയിരുന്ന് എന്തെങ്കിലും തായോ എന്ന് പറയുന്നതിന് പകരം, സി ദീസ് ആർ ദ സ്കിൽസ് ഐ ഹാവ്, സോ ഐ ഡിമാൻഡ് ദിസ് മച്ച് എവ്രി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ വരുന്നു. നമ്മൾ പല കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല സോഷ്യൽ ആക്ടിവിറ്റീസിലും ഒക്കെ നമ്മൾ പങ്കെടുക്കുന്നു. നമ്മൾ വളരെയധികം മുന്നോട്ട് വന്ന് നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, നമ്മളെ ആർക്ക് വേണമെങ്കിലും കൊത്തിയെടുത്തോണ്ട് പോകുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ സ്കിൽസിനെ ഷാർപ്പൺ ചെയ്യും. ഇരിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നുള്ളത് ഡിസ്കവറിങ് പർപ്പസ്. അത് ഓരോ നമ്മുടെ പർപ്പസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാണ്. ലൈഫ് പർപ്പസ് എന്താണ്, അല്ലെ? അച്ചീവിങ് ഓബ്ജക്റ്റീവ്സ്. പതുക്കെ ഗ്രോത്ത് സോണിൽ എന്ത് സംഭവിക്കാൻ തുടങ്ങും? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയൊക്കെ കാണിച്ചത്, ആ ഒരു ഓബ്ജക്റ്റീവ്സ് ഒക്കെ പതുക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങും. നമ്മുടെ ഡ്രീംസിനെ നമ്മൾ പർസ്യൂ ചെയ്യും, നമ്മൾ ഫോളോ ചെയ്യും. നമ്മുടെ ഡ്രീംസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് പൂവണിഞ്ഞു തുടങ്ങും. അപ്പോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും, മിസ്റ്റേക്സ് വർ ജസ്റ്റ് ലെസൺസ്, അല്ലെ? നമ്മള് മിസ്റ്റേക്സ് ആയിരുന്നു നമ്മളെ ഇത്രയും ഇവിടെ കൊണ്ടെത്തിച്ചത്. ഞാൻ അന്ന് ആ ബിസിനസ് ചെയ്ത് പൊട്ടിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറയുന്ന എത്രയോ വലിയ ബിസിനസ് ആൾക്കാരുണ്ട്, അല്ലെ? KFCയുടെ ഒക്കെ കാര്യം നോക്കിയാൽ നമുക്കറിയാം, അദ്ദേഹം എത്ര തവണ തോറ്റുപോയി എന്നുള്ളത്, അല്ലെ? എന്നിട്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം, അത്ര ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് ഒക്കെ നമുക്ക്. അപ്പൊ ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ വ്യക്തിയെ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്വന്തം ആലപ്പുഴക്കാരി കാർത്യായനി അമ്മ, ഹരിപ്പാട്ടുള്ള. നാരി ശക്തി അവാർഡ് 2019 പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. അമ്മ സ്കൂളിൽ പോയിട്ടില്ല, പഠിച്ചിട്ടില്ല. പക്ഷെ 96-ാമത്തെ വയസ്സിൽ നമ്മുടെ കേരള സാക്ഷര മിഷന്റെ ഒരു പരീക്ഷ എഴുതി അനേകം പേരെ പിന്നിലാക്കിയിട്ട് ഫസ്റ്റ് വാങ്ങി 98% മാർക്കോടുകൂടി. അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ അമ്മയ്ക്ക് അന്നത്തെ രാഷ്ട്രപതി നാരിശക്തി പുരസ്കാരം അവാർഡ് കൊടുക്കുകയെന്നാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി, ഏജ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ലിമിറ്റ്. എപ്പോ വേണമെങ്കിലും അമ്മയുടെ പൊട്ടൻഷ്യൽ അമ്മയ്ക്ക് മനസ്സിലായി. ആ സമയത്ത് പഠിക്കണമെന്ന് തോന്നി, ആഗ്രഹം പലരും കളിയാക്കി കാണും. ഈ വയസ്സാം കാലത്ത് എന്തിനാ വീട്ടിലിരുന്നൂടെ, നാമം ജപിച്ചിരുന്നൂടെ എന്നൊക്കെ ചോദിച്ചു കാണും. പക്ഷെ എവിടെ എത്തി? എല്ലാവർക്കും പ്രചോദനമായിട്ട് നമ്മുടെ ഡൽഹി തന്നെ പോയിട്ട് അവിടെയുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ട് അമ്മ ഇത് വാങ്ങി. ഇനി ഇവരെ പറ്റി നിങ്ങൾ കേട്ട് കാണും ചിലവരൊക്കെ. 2 കുട്ടികള് കൊറോണയുടെ സമയത്ത് നമ്മളെല്ലാം വീട്ടിൽ അടച്ചിരുന്നപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നതൊക്കെ കണ്ട്, അന്ന് നമ്മുടെ സൂം ഇല്ല, ഗൂഗിൾ മീറ്റ് ഇല്ല, സ്കൈപ്പില് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് അവർക്ക് അറിയാവുന്ന വേദിക് മാത്തമാറ്റിക്സ് ഷെയർ ചെയ്തു. അങ്ങനെ ഷെയർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് കൂടി. കേരളത്തിന് പുറത്തുള്ള കുട്ടികൾ ജോയിൻ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഇന്ത്യക്ക് പുറത്തുള്ള കുട്ടികൾ ജോയിൻ ചെയ്ത് തുടങ്ങി. അങ്ങനെ 2021 2021
ഇവര് ഓൺലൈനായിട്ട് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് UK ബേസ്ഡ് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ പറ്റി. അത് അറിഞ്ഞ് അതായത് മീഡിയ, ഹിന്ദു ഉൾപ്പെടെയുള്ള മീഡിയ അത് ശരിക്ക് സെലിബ്രേറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. സോഷ്യൽ മീഡിയയിലും ഒക്കെ CBSE ചെയർപേഴ്സൺ ഒക്കെ ട്വീറ്റ് ചെയ്തു. അപ്പൊ ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. അവിടെ പരീക്ഷാ പേ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തില് ഇവരെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാ കുട്ടികളും കോവിഡിന്റെ സമയത്ത് സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്തു. എന്നാൽ ഇവര് ലോകം മുഴുവനുള്ള കുട്ടികളെ ഗുരുവാക്കി മാറ്റി എന്ന് കുട്ടികളുടെ ഗുരുവായി ഇവർ മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ എനിക്കും ഒരു സന്തോഷമുണ്ട്. രണ്ടുപേരും എൻ്റെ മക്കളാണ്. അപ്പോ ഇതിന് നമ്മള് എപ്പോഴും ഇങ്ങനെ പഠിക്കണം എന്ന് പറയാതെ കുട്ടികൾ പറയുന്ന ചെറിയ കാര്യങ്ങളില് നിങ്ങൾക്കും പറ്റും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിയത്. അല്ലാതെ ആദ്യം വന്ന് അവര് ഞങ്ങൾ ക്ലാസ് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം നോക്കൂ, കളിക്കൂ അല്ലെ പഠിക്കൂ, ഇതൊന്നും നിങ്ങളെ പോലുള്ള കുട്ടികൾക്ക് പറ്റിയതല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അവർക്കൊന്നും ആകാൻ പറ്റില്ലായിരുന്നു. ഇത് ഏത് കുട്ടിക്കും കഴിയുന്ന ഒരു കാര്യമായിരുന്നു. കാരണം അവർക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കാര്യങ്ങൾ കാണും. അത് അവർ ഷെയർ ചെയ്തപ്പോൾ അവര് അതിൽ കംപ്ലീറ്റ് ആയിട്ട് അവരെ കൊണ്ട് പറ്റുമെന്നും അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് അവരിലേക്ക് വന്നു. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം എങ്ങനെയാണ് നമ്മളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്, എത്രത്തോളം നമ്മൾ കോൺഫിഡന്റ് ആണോ അത്രയും നമ്മളുടെ എനർജി, നമ്മളുടെ കോൺഷ്യസ് ലെവൽ ഉയരും. അപ്പോ കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകിച്ചുള്ളത്, സ്റ്റുഡൻസിന്റെ കാര്യം, അതായത് അവരെല്ലാം കുട്ടികളല്ലേ, അവരോട് നമ്മൾ എത്രത്തോളം അവരെ കൊണ്ട് പറ്റും, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അമ്മയോ അച്ഛനോ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കംപ്ലീറ്റ് അങ്ങ് വിശ്വസിക്കും. തിരിച്ചും നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല, നീ ഒരു മണ്ടനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അത് വിശ്വസിക്കും. കാരണം അത്രയ്ക്ക് വിശ്വസിക്കുന്ന ഒരാളാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് ഒരിക്കലും അത് പറയരുത്. അല്ലെങ്കിൽ ഇതാണ് നിന്റെ വഴി, നീ എഞ്ചിനീയറിംഗിന് പോകണം, അല്ലെ നീ മെഡിസിന് പോകണം, ഇതിന് പഠിക്കണം, ഈ കോച്ചിങ് സെന്ററിൽ ചേരണം. ഇതൊക്കെ നമ്മൾ ഈ കുട്ടികളെ കൊടുക്കുന്ന വലിയ വലിയ ബർഡൻസ് ആണ്. അപ്പൊ അവരെ ഫ്രീ ആയിട്ട് വിടുക. ഇതുപോലുള്ള കാര്യങ്ങളും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ബാക്കിയൊക്കെ വിധി. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച എന്താ? കണ്ടിന്യൂസ് എഫേർട്ട്, നോട്ട് സ്ട്രെങ്ത് ഓർ ഇന്റലിജൻസ് is the key to unlocking our potential. നമുക്ക് എത്ര സ്ട്രെങ്ത് ഉണ്ടെന്നോ നമുക്ക് എത്ര ബുദ്ധി ഉണ്ടെന്നോ ഒന്നുമല്ല പ്രധാനം. പിടിവിടരുത്. ആ പിടി പിടിച്ചോണം. എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങളൊരു കോഴ്സിന് ചേർന്നെങ്കിൽ ആ കോഴ്സ് നല്ല രീതിയിൽ ജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ പാഷൻ. ഇന്നത്തെ കാലത്ത് അവസരങ്ങൾ എത്രയോ ആണ്. നിങ്ങൾക്ക് ഒരു കോളേജിൽ ചേർന്നു, അവിടെ നിങ്ങൾക്ക് പറ്റിയില്ല, നിങ്ങൾക്ക് അവിടുത്തെ ടീച്ചിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ഭയങ്കര ബർഡനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയോ യൂണിവേഴ്സിറ്റിയിൽ ഓപ്പൺ കോഴ്സസ് ഉണ്ട്. അതും അല്ലെങ്കിൽ യൂട്യൂബിൽ എത്രയോ വീഡിയോസ് ഉണ്ട്. പല കാര്യങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പുതിയ AI ടൂൾസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടികൾക്ക് അവരുടെ പഠനം എളുപ്പമാക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ. അപ്പൊ എല്ലാ ദിവസവും കുറച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാംസ് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഒരു ബിസിനസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ ആ ബിസിനസ്സിൽ എന്താണ് എനിക്ക് വേണ്ടത്, എത്ര ടേൺ ഓവർ ആണ് എനിക്ക് വേണ്ടത്, ഇന്ന വർഷം ഞാൻ എത്ര രൂപയായിരിക്കും എന്റെ അക്കൗണ്ടിലുള്ളത്, എന്റെ കമ്പനിയുടെ ടേൺ ഓവർ എന്തായിരിക്കും, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാതെ അടുത്ത വീട്ടിലെ ആൾ ഇത് ചെയ്തു അല്ലെ കൂട്ടുകാരൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോഴാണ് എല്ലാം ഫ്ലോപ്പ് ആയി പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നർ വോയിസ് ലിസൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മൾ ഓരോരുത്തരും വളർത്തി എടുക്കണം എന്നുള്ളത്. അവസാനം പറയാനുള്ള ഒരു കാര്യം 2023 ഞാൻ എന്തായിരുന്നു അത് തന്നെ 2024 പോകണമെങ്കിൽ ഇത് ഇങ്ങനെ പോയാൽ മതി. സെയിം മൈൻഡ് സെറ്റ് ആയിരിക്കും, സെയിം ഹാബിറ്റ്സ് ആയിരിക്കും, അല്ലെ? അത് സെയിം റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മാറണമെങ്കിൽ എന്ത് ചെയ്യണം? 2025 അങ്ങനെ ആയിക്കൂടാ. നമ്മൾ ന്യൂ മൈൻഡ് സെറ്റിലേക്ക് വരണം. ന്യൂ മൈൻഡ് സെറ്റ് എങ്ങോട്ട് കൊണ്ടുവരും? ന്യൂ ഹാബിറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇതുപോലുള്ള സെഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് പറ്റും, ഞാൻ ഇന്ന് തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യും, അല്ലെ? പക്ഷെ ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം ഓർക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം. വളരെ കുറച്ച് മതി. ഹാർഡ് വർക്ക് അല്ല, നമുക്ക് എല്ലാവർക്കും സ്മാർട്ട് വർക്ക് തന്നെ വേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന്റെ പുറകെ പോകണം. മനസ്സിൽ നിന്ന് ഈ ഗോൾ അല്ലെങ്കിൽ ഇന്നതെനിക്ക് വേണം എന്നുള്ള ചിന്ത ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ റിസൾട്ട്സ് കിട്ടും. ഇവിടെ ഹാബിറ്റ് മാറി നമ്മൾ ആ സമയം കുറെ കൂടെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നു, നമുക്ക് പുതിയ റിസൾട്ട് കിട്ടും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇഫ് യു വോണ്ട് ടു ഫ്ലൈ വിത്ത് ഈഗിൾസ് ദെൻ സ്റ്റോപ്പ് സ്വിമ്മിങ് വിത്ത് ഡക്സ്.
ഇതെന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? കൂട്ടുകാരങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ഒരു ലെവലിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ നിന്നോളൂ. നമുക്ക് സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ള ആൾക്കാരുമായിട്ടും ബന്ധമൊക്കെ വേണം. പക്ഷേ അവരുടെ ആ ഒരു മൈൻഡ് സെറ്റിലേക്കും അവരുടെ ആ ഒരു ലെവലിലേക്കും നമ്മൾ താന്നു പോകാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കരുത്. നമ്മൾ സ്വയം സ്നേഹിക്കണം, നമുക്കൊരു വാല്യൂ കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് അത് നമ്മുടെ മനസ്സിൽ വേണം. എന്നിട്ട് അത് ഉയർത്തുകയാണ്, ആ പ്രോസസ്സിലാണ് ഞാൻ എന്നുള്ള ചിന്ത വേണം. അപ്പോൾ ഇത്തരം ആൾക്കാരൊക്കെ നമ്മുടെ അടുത്തൊന്ന് മാറിപ്പോയിക്കോളും. കറക്റ്റ് ഈഗിൾസുമായിട്ട് തന്നെ നമ്മൾ കോണ്ടാക്ട് വരും. നമുക്ക് നീ പുഷ് യുവർ സെൽഫ് ബിഫോർ ലൈഫ് പുഷസ് യു അറൗണ്ട്. ഇത് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബൈബിൾ പറയുന്ന ഒരു കോട്ടോട് കൂടിയാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. As each has received a gift, use it to serve one another. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ പ്രപഞ്ചം ഒരുപാട് സന്തോഷിക്കും. അതിനുള്ള അവസരങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി നമ്മൾ അടുത്ത ദിവസം ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. എൻ്റെ മോള് നന്ദിത അന്ന് PM അടുത്ത് പോകുമ്പോഴൊക്കെ 9ാം ക്ലാസ്സിലായിരുന്നു. പുള്ളിക്കാരി അത്യാവശ്യം രണ്ടുപേരും യൂണിവേഴ്സിറ്റീസിലും കോളേജസിലും ഒക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു സൈഡായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. CET എഞ്ചിനീയറിംഗ് കോളേജില് ഇപ്പം S4 ഇന്നലെ പരീക്ഷ കഴിഞ്ഞു. ഇനി തൊട്ട് 4th സെമസ്റ്റർ അപ്ലൈഡ് ഇലക്ട്രോണിക്സിലെ വിദ്യാർത്ഥിനിയാണ്. ഇളയാള് 10th പഠിക്കുന്നത്. അപ്പൊ ഞാനും നന്ദിതയും കൂടി ആയിരിക്കും ക്ലാസ് എടുക്കുക. നന്ദിതയെ കൊണ്ടുവന്ന എന്താന്ന് വെച്ചാല് നന്ദിത കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാൻ ഒരു ലാസ്റ്റ് സെഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഡേയിൽ, അതായത് 22nd നന്ദിത അറ്റോമിക് ഹാബിറ്റ്സിന്റെ കാര്യങ്ങളായിരിക്കും പറയുന്നത്. എങ്ങനെ ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർക്കും. അവളൊരു ട്രെയിനറാണ്, അവള് ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. അപ്പൊ ഞങ്ങളുടെ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് പ്രത്യേകിച്ച് ഫീ ഒന്നും ഇല്ല. പക്ഷെ ഞാൻ കണ്ട ഒരു കാര്യം, ഈ ഫീസ് കൊടുക്കാതെ എല്ലാം സൗജന്യമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ സീരിയസ്നെസ്സിൽ എടുക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് കണ്ടിന്യൂസ് ഞങ്ങൾ പ്രാക്ടീസിങ് സെഷൻസ് തരും. കാരണം ആ കോൺഷ്യസ് ലെവല് ഹൈ ആക്കുന്ന കുറച്ച് പ്രാക്ടീസസ് കാണും. ദയവ് ചെയ്ത് വെറുതെ വന്നിരുന്ന് കേൾക്കാനാണെങ്കിൽ ആരും വരണ്ട. നമുക്ക് 10 പേരാണെങ്കിലും അങ്ങനെ ഒരു നിയോഗം ഉണ്ടെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കോഴ്സ് എടുക്കുന്നത്. അത് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാര്യം പലരും ചോദിക്കുന്നു, പലർക്കും പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ മടുത്തു. അതുകൊണ്ട് ഞങ്ങൾ ഇത് തൽക്കാലം ഒരു കോഴ്സായിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം അതില് ചോദിച്ച ആൾക്കാരൊക്കെ നമ്മുടെ ഈ മീറ്റിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ താല്പര്യമുള്ളവരെല്ലാം എന്റെ ഈ നമ്പർ 9809808309 എന്നുള്ള നമ്പറിൽ പേഴ്സണലായിട്ട് വാട്സാപ്പ് അയക്കണം. വാട്സാപ്പില് മെസ്സേജ് അയക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഗ്രൂപ്പിലും ഞാൻ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതല്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് പേഴ്സണൽ ആണ്. അതുപോലെ പേഴ്സണലായിട്ട് തന്നെ നിങ്ങളെ മെന്റർ ചെയ്ത് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അപ്പോ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ ഫീസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ എല്ലാത്തിനും ഒരു വാല്യൂ കൊടുക്കണം. ഈ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നമ്മൾ ദക്ഷിണ സിസ്റ്റം, അതായത് നമ്മൾ പണ്ടുണ്ടായിരുന്ന സിസ്റ്റം നിങ്ങൾക്ക് ഉപകാരം, ഇപ്പൊ ഒരാളുടെ എത്രയാണ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉപകാരമായെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വാല്യൂ, ഒരു ഫീ നിങ്ങൾക്ക് അടയ്ക്കാം. അടച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ സീരിയസ് ആയിട്ട് ഈ കോഴ്സിന് പങ്കെടുക്കുന്നവർ മാത്രം വന്നാൽ മതി. വെറുതെ വന്നിട്ട് എന്താ അവിടെ നടക്കുന്നത് എന്ന് നോക്കി നമുക്ക് വരുന്നവരെ നമുക്ക് താല്പര്യമില്ല. കാര്യം ഞങ്ങളിപ്പോ കുറെ കാര്യങ്ങൾ പല പ്രോജക്ട്സിലായിട്ട് ചെയ്യുന്നുണ്ട്. വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താണ് അവർ ചെയ്യുന്നത്, നമ്മൾ ചെയ്യിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം വലിയ ഫീസ് കൊടുത്ത് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത്രയും ഫീ കൊടുത്തതല്ലേ എന്ന് വെച്ച് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യും. അപ്പോ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നവർ മാത്രം വരിക. അപ്പൊ താങ്ക് യു ഫോർ ദ പേഷ്യന്റ് ലിസണിങ്. ഇന്ന് അത്രയും ഓഡിയൻസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു ധന്യ മാഡം. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ പറയാം. ഹലോ, ഞാൻ വിഷ്ണു. ധന്യയുടെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടം.